ഈ ഇതിനൊപ്പം തന്നെ കുട്ടിക്ക് ആ വിഷയത്തിൽ പരിശീലനം കൂടുതൽ നൽകുന്നതിനും താല്പര്യമുണ്ടാക്കുന്നതിനുമായ അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കണം. കണക്ക് എളുപ്പത്തിൽ പഠിക്കുന്നതിനുള്ള ഒരു ചുറ്റുപാട് ചെറുപ്പത്തിലേ ഉണ്ടാക്കി തീർക്കണം. കണക്കിൽ താല്പര്യം കുറയുന്നു, സയൻസിൽ താല്പര്യം കുറയുന്നു എന്നുള്ളത് പോപ്പുലർ സയൻസിലൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചില പുസ്തകങ്ങളോ ചില ബാലമാസികകളോ വായിച്ചു കൊടുക്കുകയോ വാങ്ങിച്ചു കൊടുക്കുകയോ ചെയ്യേണ്ടതുണ്ട്. ആ വിഷയത്തിലേക്കുള്ള താല്പര്യം വളർത്തുന്നതിന് ചിലപ്പോൾ ഒരു എക്സിബിഷന് കൊണ്ടുപോവുക, കണക്കിൻ്റെ ഒരു എക്സിബിഷന് കൊണ്ടുപോകുക, അല്ലെങ്കിൽ സയൻസിൻ്റെ ഒരു എക്സിബിഷന് കൊണ്ടുപോവുക, ഒരു പ്ലാനറ്റോറിയത്തിൽ കൊണ്ടുപോവുക, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വർക്ക് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുക. ആ വിഷയത്തിലേക്ക് മെല്ലെ മെല്ലെ കൊണ്ടുവരുന്നതിന് അത്തരത്തിലുള്ള മാർഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ദുർബലമായ ഒരു അന്തരീക്ഷമാണ് എന്നുള്ളതെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ തീർച്ചയായും ഒരു പരിശീലകനെ ആവശ്യമായിട്ട് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കുട്ടികളുടെ സുഹൃത്തുക്കൾ ആരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ. കുട്ടികളുടെ സുഹൃത്തുക്കൾ ആര് എന്നുള്ളതിനേക്കാൾ പ്രധാനം കുട്ടികളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ അറിയുക എന്നുള്ളതാണ് പ്രധാനം. കുട്ടികൾ ആരോടൊക്കെ സൗഹൃദം വെച്ച് പുലർത്തുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കുട്ടികളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ പരാതിപ്പെട്ടത് കൊണ്ട് വിശേഷിച്ചൊരു കാര്യവും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, പരാതിപ്പെടുന്ന സുഹൃത്തുക്കളോട് ഏറ്റവും കൂടുതൽ അടുക്കുവാനുള്ള കാരണം കൂടിയായിട്ട് തീരുന്നു എന്നുള്ളതാണ്. ഒരു പഠിക്കുന്ന കുട്ടിക്ക് പഠിക്കാത്ത കുട്ടിയുടെ മേലെ അമിതമായ താല്പര്യം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. പഠിക്കാത്ത ഒരു കുട്ടി ഒരാളിൻ്റെ പഠനത്തെ പ്രതികൂലമായി പലപ്പോഴും ബാധിച്ചു കൊള്ളണമെന്നില്ല. ബാധിക്കാൻ ഇടയുണ്ട് എന്നുള്ളതാണെങ്കിൽ തന്നെയും ബാധിച്ചു കൊള്ളണമെന്നില്ല. മറിച്ച് നമ്മുടെ കുട്ടിയെ റെസ്പോൺസിബിൾ ആക്കി തീർക്കുക എന്നുള്ളതാണ് പ്രധാനം. സുഹൃത്തുക്കൾ ഏത് തരത്തിലുള്ളതായാൽ നിനക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടായിത്തീരുമെന്നുള്ളത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം. നാം നമ്മുടെ കുട്ടികളെ സുഹൃത്തുക്കളിൽ നിന്ന് വിലക്കാതെ, സുഹൃത്തുക്കളിൽ നിന്ന് വെട്ടിമാറ്റാതെ സുഹൃത്തുക്കളെ മനസ്സിലാക്കി ആ സുഹൃത്തുക്കളുമായി അടുപ്പം വെച്ച് പുലർത്തി. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണ്. പുകവലിക്കുന്ന ഒരു സുഹൃത്താണ് എൻ്റെ മകനുള്ളത് എന്ന് വിചാരിക്കുക. എനിക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത് അവനെ വെട്ടിമാറ്റി അവൻ്റെ സൗഹൃദത്തെ ഇല്ലാതാക്കുന്നതിനേക്കാൾ നല്ലത് ഈ പുകവലിക്കുന്നവനോട് ഞാൻ അടുപ്പം വെച്ച് പുലർത്തുന്നതായിരിക്കും. അവനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു സുഹൃത്തായി, എൻ്റെ മകൻ്റെ സുഹൃത്തായിട്ട് ഞാൻ അതിഥിയായിട്ട് കൊണ്ടുവരുന്നു. അവൻ്റെ മേലെ എനിക്ക് സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുമോ എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കുന്നു. സുഹൃത്തുക്കളെ ബന്ധപ്പെടുമ്പോൾ സുഹൃത്തുക്കളുടെ തിന്മയെ ഇല്ലാതാക്കുവാനുള്ള അല്ലെങ്കിൽ ഈ വൈകല്യത്തെ ഇല്ലാതാക്കുവാനുള്ള ഒരു ശ്രദ്ധ നാം കൂടി വെച്ച് പുലർത്തുകയാണെങ്കിൽ നമുക്ക് അടുത്തടുത്ത് കിടക്കുന്ന ഈ സൗഹൃദത്തെ മുറിച്ചു മാറ്റുന്നതിൻ്റെ പ്രത്യാഘാതവും ഒഴിവാക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. കുട്ടികളെ വിശ്വസിക്കുക, കുട്ടികളുടെ സുഹൃത്തുക്കളെയും വിശ്വസിക്കുക. കുട്ടികളുടെ സുഹൃത്തുക്കൾ പലപ്പോഴും ചില അനുകൂലമല്ലാത്ത ഘടകങ്ങളുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ മക്കൾക്കും അനുകൂലമായ തരത്തിലായി തീരാനിടയുള്ളതാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. അതിന് വളരെ കോംപ്ലിമെൻ്ററി ആയിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഉണ്ടാക്കി തീർക്കേണ്ടത്. എന്നാൽ വളരെ പ്രതികൂലമായ അന്തരീക്ഷം ഉണ്ടാക്കുവാനിടയുള്ള കുട്ടികളാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ, നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കാതെ വരികയുണ്ടെങ്കിൽ മാത്രമാണ് കുട്ടിയെ ഒരു കൗൺസിലർ വഴിയോ ഒരു അധ്യാപകൻ വഴിയോ അധ്യാപിക വഴിയോ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെത്താനും അതിലൊരു സഹായം തേടുവാനും ഉചിതമായ ഒരു സന്ദർഭമായിട്ട് വരുന്നത്. പലപ്പോഴും നമുക്ക് സാധിക്കാത്തത് നാം ഒരു കൗൺസിലറുടെയോ ഒരു അധ്യാപകൻ്റെയോ അധ്യാപികയുടെയോ സഹായത്തോടു കൂടി ചെയ്യുന്നതായിരിക്കും ഉചിതം എന്നുള്ളതാണ്. കുടുംബം, സ്കൂൾ അഥവാ പഠനം, ഇതാ മൂന്നാമത്തെ ഘടകം സൗഹൃദ സംഘം, നാലാമത്തത് അവസാനത്തെ ഘടകം ആശയവിനിമയത്തിന് ഇന്ന് വളരെ സ്വാധീനം ചെലുത്തുന്ന, തീവ്രമായ സ്വാധീനം ചെലുത്തുന്ന ദൃശ്യശ്രവ്യ മാധ്യമങ്ങളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ കുട്ടികൾ ഇന്ന് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ടിവിയുടെ മുന്നിലായിത്തീരുന്നു. ഒരു കയ്യിൽ ഭക്ഷണവും മറുകൈയിൽ റിമോട്ടുമായി തീരുന്ന കുട്ടികൾ ഗൾഫ് രാജ്യങ്ങളിൽ വളരെ വളരെ കൂടുതലുള്ള ഒരു വർഗമാണ് എന്നുള്ളത് ഏത് നാട്ടിലുമുള്ള ഒരു കൂട്ടരായി വന്നു എന്നിരിക്കുന്നു. ഭക്ഷണത്തിൻ്റെ രുചി അറിയാതെ പോകുന്നു. ഒപ്പം തന്നെ താൻ കാണുന്ന കാഴ്ചയിൽ പൂർണ്ണമായി ഇൻവോൾവ് ചെയ്യാതെയും പോകുന്നു. ടി വിയുടെ മുന്നിലിരുന്ന് പഠിക്കുന്ന കുട്ടികളാണ് ഇന്നത്തെ പല കുട്ടികളും എന്നുള്ളത് നാം മനസ്സിലാക്കുന്നത്. എന്താണ് ഇവിടെ ചെയ്യാൻ സാധിക്കുക? ഇൻ്റർനെറ്റിൻ്റെ പ്രതികൂലമായ സാഹചര്യങ്ങൾ നമ്മളെ കുട്ടികളെ ബാധിക്കാനിടയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് രക്ഷിതാക്കൾ പരാതിപ്പെടുന്നു. ഇൻ്റർനെറ്റിലൂടെ പ്രത്യേകിച്ചും ഇന്ന് സ്കൂളുകളിൽ വെച്ച് തന്നെയും ഈ തരത്തിലുള്ളൊരു വിദ്യാഭ്യാസം നൽകുന്നത് കൊണ്ട് ഈ മാധ്യമത്തിന് തകരാറുകൾ ഉണ്ടാകാം. ഈ മാധ്യമത്തിന് 10% തകരാറുണ്ട് എന്ന് വിചാരിക്കുക, 90% ഉപയോഗങ്ങളുമുണ്ട്. ഈ 10% ദോഷങ്ങൾ 90% ആളുകൾ ഉപയോഗിക്കുന്നു, ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് ഈ മാധ്യമത്തിൻ്റെ തകരാറല്ല, ഉപയോഗിക്കുന്ന കരങ്ങളുടെയും തലച്ചോറിൻ്റെയും തകരാറാണ്. ഇതിനെ എങ്ങനെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്നുള്ളിടത്താണ് രക്ഷിതാക്കൾക്ക് ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിൽ നിന്ന്
കുട്ടികളെ വിടുതൽ വരുത്തുന്നതിനുള്ള സഹായം നടത്താൻ സാധിക്കുക. ഒരു കാരണവശാലും ടി വിയോ കമ്പ്യൂട്ടറോ ഒരു ഒളിഞ്ഞ മുറിയിലേക്ക് കൊണ്ടുപോകരുത്. കഴിയാവുന്നത്ര പരസ്യമായ ഒരു മുറിയിലായിരിക്കണം അത് സ്ഥാപിക്കേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ടി വി കാണുന്നതിനും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിനും അല്ലെങ്കിൽ നെറ്റ് ഉപയോഗിക്കുന്നതിനും ഒരു സമയം ഫിക്സ് ചെയ്യുക. അതൊരു ജെന്റിൽമാൻസ് അഗ്രിമെൻ്റാണ്. ഈ സമയത്തായിരിക്കും നീ അത് ഉപയോഗിക്കുക എന്നുള്ളത്. ടി വി വാങ്ങുന്ന സന്ദർഭത്തിൽ കുടുംബ സദസ്സ് കൂടിയതിനു ശേഷം പറഞ്ഞു, ഇതാ ഈ തരത്തിൽ ഈ സമയത്തിൽ ഇതിനപ്പുറം നമുക്ക് ടി വി ആരും കാണാൻ പാടില്ല. ഞാൻ ടി വി കാണുകയും അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എല്ലാ സീരിയലുകൾ കാണുകയും എന്നിട്ട് എൻ്റെ മകനോടോ മകളോടോ നീ അത് കാണാതിരിക്കണമെന്ന് പറയുകയും ചെയ്താൽ അത് എളുപ്പത്തിൽ സ്വീകരിക്കാനിടയില്ല. നാം വാങ്ങുന്നതിനോടൊപ്പം അത് എവിടെ വെക്കുന്നു എന്നുള്ളതും അതിന് ഏതാനും സമയം ചിലവഴിക്കണം എന്നുള്ളതും ആ സമയം എപ്പോഴായിരിക്കണം എന്നുള്ളതിലുള്ള ഒരു തീരുമാനം വീട്ടിലെത്തി ആദ്യമേ നടപ്പിൽ വരുത്തുക എന്നുള്ളതും പ്രധാനപ്പെട്ടതായിട്ട് വരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ നാം കുട്ടികൾക്ക് ഈ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിൽ അനുകൂലമായിരിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. നാഷണൽ ജിയോഗ്രഫി കാണുന്ന ഒരു കുട്ടിക്ക് ലോകത്തെക്കുറിച്ചുള്ള ഒരു എക്സ്പോഷർ ലഭിക്കുന്നുണ്ട്. അവനറിയാത്ത ലോകത്തേക്ക്, അവളറിയാത്ത ലോകത്തേക്ക് സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ നാഷണൽ ജിയോഗ്രഫിയേക്കാൾ ഏറെ ഇഷ്ടം ZTV അല്ലെങ്കിൽ കാർട്ടൂൺ നെറ്റ്വർക്കോ ആയിരിക്കാം. അതാകാതിരിക്കുന്നതിനുള്ള ഒരു അന്തരീക്ഷം നമ്മൾ വീട്ടിൽ ആദ്യമേ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇവിടെയാണ് കുട്ടികൾക്ക് താല്പര്യം വളർത്തിയെടുക്കുന്നതിൽ, വായനയിൽ താല്പര്യം വളർത്തിയെടുക്കുന്നതിൽ, വിജ്ഞാനശാഖകളിൽ താല്പര്യം വളർത്തിയെടുക്കുന്നതിൽ ഈ എൻ്റർടൈൻമെൻറ്റിന് പകരം വിനോദത്തിന് കൂടുതലായി വിവരസാങ്കേതിക വിദ്യ നൽകുന്ന അനുകൂലമായ വശങ്ങളിൽ താല്പര്യമുണ്ടാക്കിയെടുക്കുന്നതിൽ രക്ഷിതാക്കൾക്കുള്ള പങ്ക് വരുന്നത്. അതിലുള്ള താല്പര്യം കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതിനനുസൃതമായ തരത്തിലുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ വായിക്കുവാനുള്ള പുസ്തകങ്ങൾ തുടങ്ങിയിട്ടുള്ളവ നമ്മൾ ഉണ്ടാക്കി തീർക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ കുട്ടികളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒന്നാണ് ഹിന്ദി സിനിമകൾ. സിനിമ കാണുന്ന വീടുകളിലാണെങ്കിൽ പ്രത്യേകിച്ചും ഇത് വീട്ടിൽ ഇരുന്ന് സിനിമ കാണുവാനുള്ള സൗകര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതൊരു തരത്തിലുള്ള രോഗമായിട്ട് വരികയാണ്. ഈ ഹിന്ദി സിനിമകളാകട്ടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മലയാള സിനിമകളാകട്ടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത ഒരു ലോകത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അത് പലപ്പോഴും പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ജീവിതത്തോട് തന്നെ യഥാർത്ഥമായൊരു ഒരു ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടാക്കി തീർക്കുന്നത്. എന്താണ് ഖുഷി, എൻ്റെ മകൾ പറഞ്ഞു എനിക്ക് കാണേണ്ടുന്നൊരു സിനിമയാണ് ഹം ഖുഷി ഹം ഗം. അതെ, അത് പറഞ്ഞ ഞാനൊരു പേര് മറന്നത്. ഞാനൊരു കരാറ് പറഞ്ഞു, ഈ സിനിമ നിനക്ക് കാണിച്ചു തരാം, ഈ സിനിമ നിനക്ക് കാണിച്ചു തരാം, പക്ഷെ ചില കണ്ടീഷനുകളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കണ്ടീഷൻ പറഞ്ഞു, എനിക്ക് ഉറപ്പാണ് ഞാൻ ഈ സിനിമ കാണിച്ചിട്ടില്ലെങ്കിൽ ഈ കുട്ടിക്ക് ഈ കഥയും ഇതിൻ്റെ അകത്തുള്ള എല്ലാ പടച്ചവനെ 3.5 മണിക്കൂർ ഞാൻ അവൾക്ക് വേണ്ടി, സത്യസന്ധമായിട്ട് പറയുകയാണ്, ഞാൻ അവൾക്ക് വേണ്ടി ബലിയാടായിട്ട് ഈ സിനിമ കണ്ടു. 3.5 മണിക്കൂർ. ലോകത്തിലെ ഏറ്റവും വലിയ പീഡനം ഈ സിനിമയാണ് അടുത്ത കാലത്ത്. അഫ്ഗാൻ യുദ്ധമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാനത് നിർബന്ധിതനായത് ഇല്ലെങ്കിലും ഈ കുട്ടി ഈ കാര്യങ്ങളൊക്കെയും തന്നെ ഒപ്പിയെടുക്കുമെന്നുള്ള, എന്നാൽ ഞാൻ അറിഞ്ഞുകൊണ്ട് നീ ഇത് സ്വീകരിക്കുമെന്ന് പറയുന്നതുമാണ്. ഭീകരമാണ് ആ സിനിമ. എന്ത് ദുഃഖം വന്നാലും സന്തോഷം വന്നാലും 60 വയസ്സായാലും 14 വയസ്സായാലും ഒന്നിച്ച് നൃത്തം ചെയ്യുന്നത് മാത്രമേ ഈ സിനിമയിലുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. പക്ഷേ ഇതെനിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമെങ്കിൽ എനിക്ക് സിനിമയുടെ നല്ല വശങ്ങളെക്കുറിച്ച് എൻ്റെ കുട്ടിയോട് സംസാരിക്കാൻ സാധിക്കണം. നല്ല സിനിമകൾ കാണിച്ചു കൊടുക്കണം. നല്ല സിനിമ എന്താണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനുള്ള ശ്രമമാണ്. സിനിമയുടെ തിന്മയല്ല നിനക്ക് സ്വീകരിക്കേണ്ടത് എന്നുള്ളത്. ഇവിടെ നമുക്ക് പ്രായോഗികമാക്കാവുന്നത് സിനിമ തീരെ കാണിക്കാതിരിക്കുക എന്നുള്ളതല്ലാതായി വരുന്നത് കൊണ്ട് സിനിമ എന്നുള്ള അല്ലെങ്കിൽ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളുടെ അനുകൂലമായ വശങ്ങൾ എന്ത് എന്നുള്ളത് ബോധ്യപ്പെടുത്തുകയാണ്. എൻ്റെ മകനെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടർ വന്നതിന് ശേഷം അവനെ സംബന്ധിച്ചിടത്തോളം ഈ വിവരസാങ്കേതിക വിദ്യയുടെ നൂതന ലോകത്തിലേക്ക്, ബ്രൈവ് ന്യൂ വേൾഡ് എന്ന് പറയുന്നതിലേക്ക് പ്രവേശിക്കുവാനുള്ള ചില സൂചനകൾ എൻ്റെ ഒരു പരിചയസമ്പന്നനായ ഒരു അധ്യാപകനിൽ നിന്ന് ഞാൻ കൊടുത്തു. അവനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നെഗറ്റീവ് സൈഡല്ല കൂടുതൽ നടത്തുന്നത്. കമ്പ്യൂട്ടർ ഗെയിമുകളിലാണ് നമ്മുടെ കുട്ടികൾ മനസ്സ് തടവറയാക്കപ്പെടുന്നത്. മറിച്ച് ഇതിനപ്പുറത്തേക്ക് ചില സാധ്യതകളുണ്ട്. അതിന് പരിശീലനം കൊടുക്കുക എന്ന് പറയുന്നതായിരിക്കും ഉചിതമായ മാർഗം എന്നുള്ളത് വരുന്നു. ഇതിനൊക്കെയും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് കുട്ടികളിൽ ചെറുപ്പത്തിലെ വായനാശീലം ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ്. നല്ല വായനാശീലമുള്ള ഒരു കുട്ടി ദൃശ്യശ്രവ്യ മാധ്യമങ്ങളുടെ പ്രതികൂലമായ വശങ്ങൾ സ്വീകരിക്കുവാനുള്ള സാധ്യത കുറവാണ് എന്ന് മനഃശാസ്ത്ര പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. എങ്ങനെയാണ് വായനാശീലം ഉണ്ടാക്കിയെടുക്കുക? വായനാശീലം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുട്ടിക്ക് വായിക്കാവുന്ന ഏറ്റവും നല്ല പുസ്തകങ്ങൾ, കഥാപുസ്തകങ്ങൾ നമ്മൾ വായിച്ചു കൊടുക്കേണ്ടതുണ്ട്. കുട്ടികളുടെ സദാചാരപരമായ കാര്യങ്ങളിൽ, മൂല്യവിശ്വാസാധിഷ്ഠിതമായ കാര്യങ്ങളിൽ അനുകൂലമായ വളർച്ച ഉണ്ടാക്കിയെടുക്കുന്ന, കേട്ടാൽ മനസ്സിലാകുന്ന, മനസ്സിലായാൽ കുട്ടി മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന
കേൾക്കാൻ താല്പര്യമുള്ള കഥകൾ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കുകയും ചെയ്യുന്നത് കുട്ടികളിൽ ഭാഷ വളർത്താൻ മാത്രമല്ല, കുട്ടികളിൽ കൗതുകം വളർത്താൻ മാത്രമല്ല, കുട്ടികളിൽ ജിജ്ഞാസ വളർത്താൻ മാത്രമല്ല, കുട്ടികളിൽ പല വിഷയങ്ങളിലേക്കും കടന്നു പോകുവാനുള്ള വാതിലുകളും തുറന്നു കൊടുക്കുന്നു എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. വിജ്ഞാന ലോകത്തേക്ക് കടന്നു പോകുവാൻ ചെറിയ ചെറിയ പുസ്തകങ്ങൾ കുട്ടികൾക്ക് ഇന്ന് വളരെ സുലഭമാണ്. പുസ്തകങ്ങളെ നാം വീട്ടിൽ നിന്ന് മാറ്റിവെക്കുമ്പോൾ ഉണ്ടായേക്കാനിടയുള്ള ഒരു പ്രതികൂലമായ സാഹചര്യമാണ് പലപ്പോഴും നമ്മുടെ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളുടെ അമിതമായ സ്വാധീനം എന്നുള്ളതാണ്. ചെറുപ്പത്തിലെ വായിക്കുവാനുള്ള ശീലം ഉണ്ടാക്കുമ്പോഴേ ഈ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളുടെ പ്രതികൂലമായ വശങ്ങൾ കുറച്ച് സ്വീകരിക്കുവാനുള്ളൊരു അന്തരീക്ഷം നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി തീർക്കുവാൻ സാധിക്കും. ഒപ്പം തന്നെ കുട്ടികൾക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുവാനുള്ള സാഹചര്യവും ഉണ്ടായിരിക്കണം. വരയ്ക്കുകയോ എഴുതുകയോ എന്തെങ്കിലും നിർമ്മിക്കുകയോ ചെയ്യുന്ന ഒരു കുട്ടിക്ക് നമ്മുടെ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളുടെ പ്രതികൂലമായ വശങ്ങൾ അധികം സ്വാധീനിക്കാനിടയില്ലാത്ത അന്തരീക്ഷമാണ് ഉണ്ടാക്കി തീർക്കുക. നമ്മുടെ DPEPയെ കുറിച്ചിട്ട്, നാട്ടിലുള്ള DPEPയെ കുറിച്ച് നിങ്ങൾ ഏറെ കേട്ടിരിക്കുമല്ലോ. DPEPയുടെ രാഷ്ട്രീയമോ അതിൻ്റെ പ്രതികൂലമായ മറ്റു ഘടകങ്ങളോ മാറ്റി നിർത്തിയാൽ അതിനുണ്ടായിരുന്ന ഒരു അനുകൂലമായ ഒരു വശം എന്താണെന്ന് വെച്ചാൽ അതിലൊരു പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് ഉണ്ടായിരുന്നു. കുട്ടി പഠിക്കുന്നതിലൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഒരു കുട്ടി വീട്ടിന് തൊട്ടടുത്തുള്ള ഒരു പലചരക്ക് കടയിൽ പോയി ചോദിക്കുകയാണ്, ഇവിടെ കിട്ടുന്ന വസ്തുവകകൾ എന്തൊക്കെയാണ്, ഇതിനെന്തൊക്കെയാണ് വില, നിങ്ങൾ എത്ര വിലക്കാണ് വാങ്ങുന്നത്, എന്നിട്ട് ഇതിൻ്റെ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. ഷീ ഓർ ഹീ ലേൺസ് വൈൽ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ പ്രോസസ് ഓഫ് ലേണിംഗ്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സംസാരിക്കുന്നത്. ഈ പാർട്ടിസിപ്പേഷന് കുട്ടികളുടെ ക്രിയേറ്റീവ് ആക്ടിവിറ്റിയിൽ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ്. ഒഴിവ് സമയത്ത് കുട്ടി എന്തെങ്കിലും ഉണ്ടാക്കട്ടെ, കുട്ടിയുടേതായി എന്തെങ്കിലും ഉണ്ടാക്കട്ടെ, കുട്ടി ചിത്രം വരക്കട്ടെ, കുട്ടി കഥ എഴുതട്ടെ, കുട്ടി ചിത്രപുസ്തകങ്ങൾക്ക് ചിത്രം കൊടുക്കട്ടെ, കളർ കൊടുക്കട്ടെ, കുട്ടി ഗാർഡനിങ്ങിലോ മറ്റോ ഇൻവോൾവ് ചെയ്യട്ടെ. ക്രിയേറ്റീവ് ആയിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ കുട്ടി ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ, അതിനുള്ളൊരു പരിശീലനം ഒഴിവു നേരങ്ങളിലെങ്കിലും നമ്മൾ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ കുട്ടിയെ താൻ ക്രിയേറ്റീവായ ഒരു ലോകത്തേക്കാണ് പോകേണ്ടത് എന്നുള്ള സന്ദേശവും അതിനനുകൂലമായ ഒരു അന്തരീക്ഷം കുട്ടിക്ക് വീട്ടിൽ നൽകപ്പെടുകയും ചെയ്യുമ്പോഴുണ്ടായിത്തീരുന്നു എന്നുള്ളതാണ്. ഇവിടെ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളെയല്ല പഴിചാരേണ്ടുന്നത്, ആ മാധ്യമങ്ങൾക്ക് അടിമകളാക്കി തീർക്കുന്ന നമ്മുടെ ഗൃഹാന്തരീക്ഷത്തെയോ നമ്മുടെ ലോകത്തെയോ തന്നെയാണ് നമുക്ക് പഴിചാരാനുള്ളത്. ആ ലോകത്തിൽ നിന്ന് വിടുതൽ നേടുവാൻ വായനയെയാണ്, ഗൗരവപ്പെട്ട വായനയെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മുടെ പല ദിനപത്രങ്ങളും ഗൗരവപ്പെട്ട വായന നൽകുന്നില്ല. ദിനപത്രങ്ങൾ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കേണ്ടതുണ്ട്. കുട്ടികൾ രാവിലെ ദിനപത്രം വായിക്കുമ്പോൾ ലോകകാര്യങ്ങളിലേക്ക് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. അതിന് നല്ല വർത്തമാന പത്രങ്ങളും വേണ്ടതുണ്ട്. അവിടെയാണ് വർത്തമാന പത്രത്തിൻ്റെ സന്ദേശവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഉചിതമായ ഒരു വർത്തമാന പത്രം നമ്മുടെ കുട്ടികളുടെ വായനക്കുണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. കുട്ടികളുടെ വായനയെ സംസ്കരിച്ചെടുക്കുന്ന, ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസത്തിന് കോംപ്ലിമെൻ്ററി ആയി നിൽക്കുന്ന ഒരു ദിനപത്രം നമ്മുടെ വീട്ടിലുണ്ടാവുകയും അതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളെങ്കിലും കുട്ടി വായിച്ചു കൊണ്ടിരിക്കുകയും വായിക്കുന്നത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടായിരിക്കണം. വായിക്കുന്ന കുട്ടികൾ വളരുന്നത് വഴിയേ ആയിരിക്കുമെന്ന് കുഞ്ഞുണ്ണി മാസ്റ്റർ പറഞ്ഞത് ഓർക്കുക. വഴിയെ വായിക്കുന്ന കുട്ടികൾ വഴിയേ നീങ്ങുകയുള്ളൂ. വളരുന്ന കുട്ടികൾക്ക് വായന അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. അറിവിൻ്റെ ലോകത്തേക്ക് കുട്ടികളെ തുറന്നു വിടുന്നതിൽ വായനയ്ക്ക് മുഖ്യമായ പങ്കുണ്ട്. ഇവിടെ വായനക്കനുകൂലമായ ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളുടെ അനുകൂലമായ വശങ്ങളിലേക്ക് കുട്ടിയെ എളുപ്പത്തിൽ നമുക്ക് നീക്കുന്നതിനും സഹായിച്ചേക്കാം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. കുട്ടികളെ വളർത്തുക എന്നുള്ളത് ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യമാണെന്ന് തോന്നിയേക്കാം, പ്രയാസകരമായ കാര്യമാണെന്ന് അനുഭവിച്ചേക്കാം, പ്രയാസകരമായ കാര്യമാണ് എന്ന് അറിഞ്ഞ് പിന്തിരിഞ്ഞേക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള പ്രയാസകരമായ കാര്യത്തിലൂടെ നാം നേടിയെടുക്കുന്ന ആഹ്ലാദം കൂടെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ വളരെ നെഗറ്റീവായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മാത്രമാണ് പറഞ്ഞത് എന്ന് വിചാരിക്കരുത്. ഇത്തരത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങളാണ് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാകുന്നതെങ്കിൽ, നമ്മുടെ വീട്ടിലുണ്ടാകുന്നതെങ്കിൽ അതിനെ അതിജീവിക്കുവാനുള്ള യുക്തിയും വിവേകവും രക്ഷിതാക്കളായ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഒരു കാരണവശാലും നമുക്ക് സ്വീകരിക്കുവാനോ നമുക്ക് കണ്ടെത്തുവാനോ ആകാത്ത പ്രശ്നങ്ങളാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണലായ ആളിൻ്റെ സഹായം തേടുന്നതാണ് ഏറ്റവും ഉചിതം. ഇന്ന് ഇത്തരത്തിലുള്ള പ്രൊഫഷണലായിരിക്കുന്ന കൗൺസിലർമാരെയും സൈക്കോളജിസ്റ്റുകളെയും നമുക്ക് കൂടുതൽ ലഭിക്കാവുന്ന ഇടയുണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയാണിത്. നാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ കുട്ടിയെ ഒരു പ്രൊഫഷണലിൻ്റെ അടുത്ത് പോകുമ്പോൾ പേടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു മനോരോഗം ആയിട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയാണെന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ പലപ്പോഴും ഈ പ്രശ്നം സങ്കീർണമാവുകയും അവസാനം ഒരു മനോരോഗ വിദഗ്ധൻ്റെ അടുത്ത് തന്നെ പോകേണ്ടി വരികയും ചെയ്യുന്ന ദുരന്തം വന്നേക്കാവുന്നതാണ്. അതാത് സന്ദർഭങ്ങളിൽ ഒരു പ്രാഗൽഭ്യമുള്ള പരിചയസമ്പന്നനായ ഒരു അധ്യാപകനോ അധ്യാപികയ്ക്കോ ഇത് ചെയ്യാവുന്നതാണ്.
അല്ലെങ്കിൽ നമ്മുടെ കുടുംബ സദസ്സിലെത്തുന്ന ഈ മേഖലകളിൽ പരിചയസമ്പന്നനായ ഒരു സുഹൃത്തിന് ഇത് ചെയ്യാവുന്നതായിരിക്കും. അത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് നാം ഇത് കൈകാര്യം ചെയ്യുവാനുള്ള ശ്രമം തുടക്കത്തിൽ നടത്തുക എന്നുള്ളത് വരുമ്പോൾ ഈ പ്രശ്നം അതിജീവിക്കുവാനും സാധിക്കുന്നു എന്നുള്ളതാണ്. നല്ല മക്കളെപ്പറ്റ വയറേ തണുക്കൂ എന്ന് സുഗതകുമാരി പാടിയിട്ടുണ്ട്. നല്ല മക്കളെപ്പറ്റ വയറ് തണുക്കണമെങ്കിൽ നാം നമ്മുടെ പങ്കുകൂടെ കൊടുക്കേണ്ടതുണ്ട്. കുട്ടികളെ പഴിചാരുമ്പോൾ അത് പലപ്പോഴും നമ്മുടെ വൈകൃതങ്ങളെ പഴിചാരുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ വൈകൃതങ്ങളെ തന്നെയാണ് നാം പ്രതിഫലിപ്പിക്കുന്നത് എന്നുള്ളിടത്ത് വന്നെത്തരുത്. കുട്ടികളെ വളർത്തുന്നത് ലോകത്തിലെ ഏറ്റവും ആഹ്ലാദകരമായ കാര്യമാക്കി തീർക്കുക എന്നുള്ളതാണ് പ്രധാനം. കുട്ടികളിൽ നിന്ന് നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭൗതിക ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. അതിൽ വൈതരണികൾ വന്നേക്കാം, അതിൽ തടസ്സങ്ങൾ വന്നേക്കാം. ഈ തടസ്സങ്ങൾ നിങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം, അല്ലെങ്കിൽ എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇവിടെ നിങ്ങൾ മനഃശാസ്ത്രം പഠിച്ച രക്ഷിതാക്കളായിക്കൊള്ളണമെന്നില്ല. പക്ഷേ യുക്തി കൈവിടാത്ത, അമിതവികാരം കൊള്ളാത്ത, അതിവികാരം കൊള്ളാത്ത രക്ഷിതാക്കളാണെങ്കിൽ ഇവയെ വിവേകപൂർവ്വം നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത സന്ദർഭമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ ബോധ്യത്തിൽ നിന്ന് നിങ്ങൾ ഇതൊരു പ്രൊഫഷണലിനെ സമീപിച്ചുകൊണ്ട് പരിഹാരം നേടുവാനുള്ള ശ്രമം നടത്തുക എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ വളരെ കടൽ പോലെ പരന്നു കിടക്കുന്ന വിഷയമാണെന്ന് പറഞ്ഞല്ലോ. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ വിശദീകരണങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്കിനി എഴുന്നേറ്റ് നിന്ന് ചോദിക്കാൻ വിഷമമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി ചോദിക്കാവുന്നതാണ്. സഹോദരന്മാരെ, സൂചിപ്പിച്ച പോലെ ഫാറൂഖ് കോളേജിലെ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡും കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സുരക്ഷയിലെ കൗൺസിലർ കൂടിയായ പ്രൊഫസർ ഹാഫിസ് സാറോട് നിങ്ങൾക്ക് തുറന്ന് ചോദിക്കാവുന്നതാണ്. കേരളത്തിൽ വിവിധ ഭാഗങ്ങളിലെ കുടുംബ പ്രശ്നങ്ങൾക്ക്, നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുവാൻ സാറുടെ കൗൺസിലിംഗ് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് ഈ സൗഭാഗ്യം, സുവർണാവസരം ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് പ്രധാനപ്പെട്ട വല്ല ചോദ്യങ്ങളും ചോദിക്കാവുന്നതാണ് എന്നറിയിക്കുന്നു. സത്യത്തിൻ്റെ പ്രകാശകിരണങ്ങൾ സത്യാന്വേഷകർക്ക് എത്തിച്ചു കൊടുക്കുവാൻ കേരളക്കരയിൽ ഒരു സത്യത്തിൻ്റെ വിളക്കുമാടം, നിച്ച് ഓഫ് ട്രൂത്ത്. രചന ഓഡിയോ ആൻഡ് വീഡിയോ, ദോഹ. ാണ് എൻ്റെ ഒരു സുഹൃത്ത്, ഒരു രക്ഷിതാവാണ് ചോദിച്ചിട്ടുള്ളത്. കുട്ടി വളരെ ഇൻട്രോവേർട്ടാണ്, ദാറ്റ് മീൻസ് അന്തർമുഖമാണ്. കുട്ടി പുറത്തു പോയാൽ മറ്റുള്ളവരോട് തീരെ സംസാരിക്കുന്നില്ല, എന്തെങ്കിലും ഒരു കാര്യത്തിന് പോലും അഭിമുഖീകരിക്കാൻ പ്രയാസപ്പെടുന്നു എന്ന് ഒരു രക്ഷിതാവ് പറയുകയുണ്ടായി. ആ കുട്ടിയെ എക്സ്ട്രോവേർട്ടാക്കി എടുക്കുവാൻ എന്തുണ്ട് വഴി എന്ന് ഒരു രക്ഷിതാവിൻ്റെ ചോദ്യമുണ്ട്. സാധാരണ രീതിയിൽ കുട്ടികൾ ഇൻട്രോവേർട്ട്, അല്ലെങ്കിൽ ഒരാൾ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത് ഒരു അതിസ്വാതന്ത്ര്യമെടുക്കലാണ്. കാൾ യൂങ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റാണ് ഈ അന്തർമുഖൻ ബഹിർമുഖൻ എന്നുള്ള സങ്കല്പം ആദ്യമായി അവതരിപ്പിക്കുന്നത്. ബാഹ്യമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യവും പ്രകടന സ്വഭാവവും വെച്ച് പുലർത്തുന്നവരെയാണ് ബഹിർമുഖർ എന്നുള്ള വാക്കുകൊണ്ട് അദ്ദേഹം അക്കാലത്ത് ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനോ ശ്രമിച്ച് ഒറ്റയ്ക്കിരിക്കുന്ന, നമ്മൾ ഒറ്റക്കുറുക്കന്മാരെന്ന് പറയുന്ന, അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും മറ്റുള്ളവരുടെ മുന്നിൽ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കാത്തവരെയാണ് അന്തർമുഖർ എന്നുള്ളത് വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. കാൾ യൂങ് തന്നെ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് പോളിൽ നിൽക്കുന്ന, രണ്ടറ്റത്ത് നിൽക്കുന്ന, ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഈ തീരുമാനം ശരിയല്ല.
ആളുകൾ അടിസ്ഥാനപരമായി ആംബിവേർഡ്സാണ്. ഞാനൊരു പോലീസുകാരൻ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ അതിസമർത്ഥൻ, അവിടെ വരുന്ന ആളുകളെയൊക്കെ കൈകാര്യം ചെയ്യുന്നു, എല്ലാം ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നു. ആളുകളൊക്കെ പറയുന്നു ഒന്നാം തരം പോലീസുകാരൻ, കള്ളന്മാർക്ക് പേടി, കൈകാര്യം ചെയ്യുന്നതിലുള്ള ഒക്കെ പേടി, എക്സ്ട്രോവർട്ട്. ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയോട് പറയുന്നു, നീ കല്യാണത്തിന് പോയിക്കോ, ഞാനിവിടെ ഇരുന്നോളാം. മക്കളോട് പറയുന്ന ഞാനിത് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഞാൻ ചില സന്ദർഭങ്ങളിൽ ബഹിർമുഖത്വം കാണിക്കുന്നു, ചില സന്ദർഭങ്ങളിൽ അന്തർമുഖത്വം കാണിക്കുന്നു. കുട്ടി തീർച്ചയായും ഇതിൻ്റെ രണ്ടറ്റത്തുമല്ല നിൽക്കുന്നത് എന്നുള്ള തീരുമാനമാണ് എത്തേണ്ടത്. എന്നാൽ സാമൂഹികമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ കുട്ടി ഒരു പക്ഷേ ബഹിർമുഖത്വം കാണിക്കാതെ വരുന്നത് കൊണ്ട് നമുക്ക് വിഷമമുണ്ടാക്കുന്നുണ്ടാകും. കുട്ടി വളരെ ഇൻട്രോവർട്ടായിട്ട് തീരുന്നു ചില സന്ദർഭങ്ങളിൽ എന്നുള്ളത്. ഇത് മാറ്റിയെടുക്കുന്നതിന് പ്രധാനമായും വേണ്ടത് കുട്ടിയെ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കി കുട്ടി ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് ഈ ബഹിർമുഖത്വം അന്തർമുഖത്വം കാണിക്കുന്നതെന്ന് വേർതിരിച്ചറിഞ്ഞ് അതിനുള്ള തക്കതായ ചില പരിശീലനങ്ങൾ നൽകുക എന്നുള്ളതാണ്. മറ്റുള്ളവരോട് സംസാരിക്കുന്നതിൽ ചിലപ്പോൾ വിറയോ വീഴ്ചയോ പറ്റുന്ന കുട്ടിയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വീട്ടിൽ വെച്ച് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പുറത്തു പോയിട്ട് കുട്ടി മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനുള്ള ഒരു പരിചയസമ്പന്നത കൂടെ കാണിക്കുന്നു എന്നുള്ളതാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ നാം മറ്റുള്ളവരോട് ഇടപഴകുവാനുള്ള സന്ദർഭങ്ങൾ കൂട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. കുട്ടി ഏതെങ്കിലും തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ ചെയ്താൽ അതിന് ഇൻസെൻറ്റീവ്സ് കൊടുത്തുകൊണ്ട് കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇക്കാര്യത്തിൽ ചെയ്യേണ്ടുന്നത്. പലപ്പോഴും അന്തർമുഖരായിരുന്ന കുട്ടികളെ, ചില സന്ദർഭങ്ങളിൽ അന്തർമുഖരായി തീരുന്ന കുട്ടികൾ അങ്ങനെ ആയിത്തീരുന്നതിനുള്ള കാരണം പലപ്പോഴായി രക്ഷിതാക്കളോ അധ്യാപകരോ കൊടുക്കുന്ന നെഗറ്റീവായിരിക്കുന്ന സാങ്ഷനാണെന്നാണ്, അഥവാ ഇകഴ്ത്തലാണ്, അഥവാ പരിഹസിക്കലാണ്. ഒന്നിനും കൊള്ളരുതാത്തവനാണ് ഈ കുട്ടിയെ ചിലപ്പോൾ ക്ലാസ്സിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടാകാം, എല്ലാവരും കൂടെ പരിഹസിച്ചിരുത്തിയതാകാം. അത് ചിലപ്പോഴൊരു ഭീകരമായ ഒരു അനുഭവമായിട്ട് കുട്ടി മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടാകാം. നാം ചെയ്യേണ്ടുന്നത് കുട്ടിക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതിനുള്ള ഒരു തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ആശയവിനിമയത്തിലുള്ള ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. ആശയവിനിമയത്തിലുള്ള ട്രെയിനിങ് കൊടുക്കുവാൻ, കുട്ടികളെ ഒരു കോൺവെർസേഷൻ എങ്ങനെ ശീലിപ്പിക്കുവാൻ, അതിന് നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കുക. അതിന് ഒരു പ്രഭാഷകനാകാൻ അല്ലെങ്കിൽ ഒരു പ്രസംഗ പരിശീലനത്തിനൊക്കെയുള്ള പരിശീലനം കുട്ടിക്ക് കൊടുക്കുക. ഇത് വീട്ടിൽ വെച്ച് തന്നെ നമ്മൾ അതിനുള്ളൊരു ശ്രമം നടത്തുക. അതിനൊപ്പം മറ്റുള്ളവരുമായി ഇടപഴകുന്ന സന്ദർഭങ്ങൾ കുട്ടിയുമായി കൂടുതൽ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുക. വളരെ ആഴമേറ്റ രീതിയിൽ കുട്ടിയെ അന്തർമുഖത്വം എപ്പോഴും കാണിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം. എത്രയും നേരത്തെ കാണിക്കുന്നതാണ് ഉചിതം. മൈക്ക് ആവശ്യമുള്ളവർക്ക് നൽകുന്നതാണ്, നേരിട്ട് ചോദിക്കുന്നതായിരിക്കും ഉത്തമം. പ്ലീസ്. സിസേറിയൻ വഴി ജന്മം നൽകപ്പെട്ട കുട്ടിയുടെ ബുദ്ധിക്കും സ്വഭാവത്തിനും വല്ല തകരാറും സംഭവിക്കുമോ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ? സിസേറിയൻ വഴി ജന്മം നൽകപ്പെട്ട കുട്ടിക്ക് സ്വഭാവത്തിനും ബുദ്ധിക്കും വല്ല തകരാറും സംഭവിക്കുമോ? ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പഠനങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് സിസേറിയൻ നടത്തിയിട്ടുള്ള കുട്ടിക്ക് ബുദ്ധിക്കോ വിവേകത്തിനോ യാതൊരു തരത്തിലും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു അന്തരീക്ഷവും ഉണ്ടാക്കി തീർക്കുന്നില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അത് കുട്ടിയുടെ വിവേകത്തെയോ ഇൻ്റലിജൻസിനെയോ ഐക്യുവിനെയോ, ഇൻ്റലിജൻസ് അല്ല ഐക്യുവിനെയോ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി തീർക്കുന്നില്ല എന്നുള്ളതാണ്. സ്ത്രീകൾക്കും ചോദിക്കാൻ അവസരമുണ്ട്. ആവശ്യമുള്ളവർക്ക് മൈക്ക് നൽകുന്നതായിരിക്കും. ഈ ഒരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വീട്ടിലെ കാര്യമാണല്ലോ എന്ന് വിചാരിച്ച് ബാക്കിയുള്ളവരിത് ആക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി ചോദിക്കാവുന്നതാണ് എന്നുള്ളത്. ഒരു ചോദ്യം എഴുതി കിട്ടിയത്, 8 വയസ്സായിട്ടും ബെഡ് വെറ്റിംഗ് മാറുന്നില്ല, സൊല്യൂഷൻ? പ്ലീസ്. ഇത് നമ്മുടെ കുട്ടികളിലെ ഉണ്ടായേക്കാവുന്ന ഒന്നാണ്. 8, 9, 10 വയസ്സായിട്ട് മൂത്രമൊഴിക്കുന്ന കുട്ടി എന്നുള്ളത്, കിടക്കയിൽ മൂത്രമൊഴിക്കുന്നു എന്നുള്ളത്. ഇതിന് പരസ്യമായിട്ട് ഇതിന് നൽകാവുന്ന ചില നിർദ്ദേശങ്ങൾ എന്താണെന്ന് വെച്ചാൽ, കുട്ടിക്ക് നിങ്ങൾ രാത്രി വെള്ളം തീരെ കൊടുക്കാത്തത് കൊണ്ടോ,
കുട്ടിക്ക് അതിരൂക്ഷമായ തരത്തിലുള്ള വിലക്കുകൾ കൊടുത്തത് കൊണ്ടോ ഈ സ്വഭാവം ഇല്ലാതാക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാണ്. മറിച്ച് കുട്ടിയെ സ്നേഹപൂർണമായ ഒരു അന്തരീക്ഷത്തിലൂടെ ഞങ്ങൾ കൗൺസിലിംഗ് സെൻ്ററിൽ എത്തിയിട്ടുള്ള പല കേസുകളിൽ ഇതിന് പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ട്. ബെഡ് വെറ്റിംഗ് മറ്റ് പല ഘടകങ്ങളോടുകൂടെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്, പ്രത്യേകിച്ച് ആൺകുട്ടികളിലുള്ളത്. അതിന് കുട്ടികൾക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷവും കുട്ടികളെ ബോധ്യപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷവും വീട്ടിലുണ്ടാക്കി തീർക്കുകയും അഥവാ ബെഡ് വെറ്റിംഗ് പലവട്ടം നടക്കുമ്പോൾ നിങ്ങൾ കുറ്റപ്പെടുത്താതെ അതിന് പരിഹാരം നിങ്ങൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ക്രമേണ അതില്ലാതാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കാം. പലപ്പോഴും ബെഡ് വെറ്റിംഗ് മൂത്രമൊഴിച്ചത് പരസ്യമായിട്ട് നമ്മൾ വിമർശിക്കും. ഈ പ്രായമായിട്ടും കണ്ടില്ലേ പോത്തെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിമർശിക്കും. ഇത് കുട്ടിയിൽ സാരമായ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഒരു പരിധിവരെ ആദ്യഘട്ടങ്ങളിൽ ക്ഷമയോടുകൂടെ ഈ എന്തായാലും നമ്മൾ കിടക്ക ഉണക്കാനിടണം, അല്ലെങ്കിൽ വിരിപ്പ് ഉണക്കണം, കഴുകി ഉണക്കണം. അങ്ങനെയാണെങ്കിൽ കുട്ടിയെ കുറ്റപ്പെടുത്താതെ ഇത് ചെയ്യുകയും കുട്ടിയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയാണ് ചെയ്യുക എന്നുള്ളത്. പല രക്ഷിതാക്കളും കർശനമായും വൈകുന്നേരം 6 മണിക്ക് ശേഷം ഉറങ്ങുന്നത് വരെ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ ഇരിക്കുന്നത് കണ്ടിട്ട് പോലും ആ കുട്ടി സുഖമായി പതിവിൽ കൂടുതൽ മൂത്രമൊഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് മറ്റ് പല ഘടകങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. ഇതിന് ഉചിതമായൊരു മാർഗം, പ്രത്യേകിച്ചും വളരെ കൂടുതലായിട്ട് കുട്ടി മൂത്രമൊഴിക്കുക അതിനനുസരിച്ചതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൗൺസിലറെ കാണുക എന്നുള്ളതാണ്. കൗൺസിലറെ കാണുന്നത് രക്ഷിതാക്കളോടൊപ്പമായിരിക്കണം. ആ വീട്ടിലുള്ള അന്തരീക്ഷവും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഘടകങ്ങളും മനസ്സിലാക്കിക്കൊണ്ടതിന് മാർഗനിർദ്ദേശങ്ങൾ നൽകുവാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് പൊതുവായി അവലംബിക്കാവുന്ന കാര്യം ഇതാണ്. അഥവാ ഏതെങ്കിലും കുട്ടി 1-2 തവണ മൂത്രമൊഴിക്കുമ്പോഴേക്ക് നിങ്ങൾ അടിപൊളിക്കണ്ട. ഇത് പറയുവാൻ എനിക്ക് അർഹതയുണ്ട്. എൻ്റെ മകൻ ഇതുപോലെ സുഖമായി മൂത്രമൊഴിച്ചിരുന്നവനും ഇപ്പോൾ മൂത്രമൊഴിക്കാത്തവനുമാണ് എന്നുള്ളത് തന്നെയാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ 4 വയസ്സായ മകള് ഇടത്ത് കൈകൊണ്ടാണ് എഴുതുന്നത്. ഞാൻ അവളെ അധികം നിർബന്ധിക്കാതെ തന്നെ വലത്ത് കൈകൊണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൾക്ക് മാനസികമായിട്ട് വല്ല വൈകല്യം ഉണ്ടാവുമോ? ഒരു കാരണവശാലും ഇടത് കൈ കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു കുട്ടിക്ക് മാനസികമായ വൈകല്യം ഉണ്ടാകണമെന്നില്ല. ആ കുട്ടിക്ക് ഇടത് കൈ കൊണ്ട് എഴുതുന്നതിൽ ഒരു കുറ്റബോധമോ ഇടതുകൊണ്ട് എഴുതുന്നതിൽ വലതു കൈ കൊണ്ട് എഴുതുന്നത് പോലെയുള്ള ആയാസരഹിതമായൊരു അന്തരീക്ഷമോ ഇല്ലെങ്കിൽ, അഥവാ വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇടത് കൈ കൊണ്ട് എഴുതിയിട്ട് വലതു കൈയിൻ്റെ എല്ലാ പ്രയോജനവും ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കുക. ഇടത് കൈ കൊണ്ട് എഴുതുന്ന ഒരു കുട്ടിക്ക് വലതു കൈ കൊണ്ട് എഴുതാവുന്ന കുട്ടിയുടെ എല്ലാ അഡ്വാൻറ്റേജസും കാണിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക. ഇടത് കൈ കൊണ്ട് എഴുതുന്നത് ഒരു കഴിവ് തന്നെയാണ്. ഇടതു കൈ കൊണ്ട് എഴുതുന്ന ഒരു കുട്ടിയെ വലതു കൈ കൊണ്ടും എഴുതാവുന്ന വിധത്തിലേക്കാക്കി തീർക്കുക. ഇടത് കൈ കൊണ്ട് എഴുതണ്ട എന്നല്ല, വലതു കൈ കൊണ്ടും എഴുതുക എന്നുള്ള തരത്തിലുള്ള ഒരു പരിശീലനം നൽകുന്നതിലേക്ക് എത്തിച്ചു തീർക്കുക. ഇടത് കൈ കൊണ്ട് എഴുതിയാൽ ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഞാനത് പറയാം. വലതു കൈ കൊണ്ട് എഴുതുന്ന ഒരു അധ്യാപകൻ ഇങ്ങനെയാണ് എഴുതാറുള്ളത്. ഞാൻ എന്ത് എഴുതുന്നോ ഞാൻ അത് തന്നെ മൂടി നിൽക്കുന്നു. ഇടതു കൈ കൊണ്ട് എഴുതുന്ന അധ്യാപകൻ എന്തെഴുതുന്നോ അത് കുട്ടികൾക്ക് വായിക്കാൻ സാധിക്കും. ഇതാണ് ഇടതു കൈയിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതാണുള്ളത്. നാം ഈ അഡ്വാൻറ്റേജ് ചൂണ്ടിക്കാണിക്കുക. നിനക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. ഒപ്പം തന്നെ വലതു കൈ കൊണ്ടും എഴുതുവാൻ നിനക്ക് പരിശീലിക്കാവുന്നതാണ്. 2 കൈ കൊണ്ടും എഴുതാൻ സാധിക്കുന്ന, ഒരേ സമയത്തിൽ എഴുതാൻ സാധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഉചിതവുമായിരിക്കും. ഇടതു കൈ കൊണ്ട് എഴുതുകയും വലതു കൈ കൊണ്ട് എഴുതുന്ന അത്രത്തോളം സ്പീഡ് ലഭിക്കാതെ പോവുകയും ഒക്കെയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു പരിശീലനം കൊടുത്തുകൊണ്ട് മാറ്റാൻ ശ്രമിക്കാവുന്നതാണ്. മാനസികമായ തരത്തിൽ ഈ ഇടത് കൈ കൊണ്ട് എഴുതുന്ന ഇടത് കയ്യന്മാർ എന്ന് പറഞ്ഞിട്ട് തന്നെ അല്ലെങ്കിൽ ഇടത് കൈ കൊണ്ടുള്ള കയ്യെത്തികൾ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പ്രയോഗം തന്നെയുണ്ട്. ഇവർ ഒരു തരത്തിലും മറ്റുള്ളവരാൽ ഇകഴ്ത്തപ്പെടുകയോ മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടുകയോ ചെയ്യുവാനുള്ള സാധ്യത ഇന്നത്തെ ലോകത്തില്ല. ഒരു രക്ഷിതാവിൻ്റെ ചോദ്യം: നിരന്തരം സമർത്ഥമായി കളവ് പറയുന്ന കുട്ടികളെ അതിൽ നിന്ന് എങ്ങനെ പിന്തിരിപ്പിക്കുവാൻ കഴിയും? അതിസമർത്ഥമായി കുട്ടിയെ കൈകാര്യം ചെയ്യണം. കാരണം കുട്ടി കളവ് പറയുന്നതിൻ്റെ കാരണം അറിയേണ്ടതുണ്ട്. കുട്ടി കളവ് പറയുന്നത് പലപ്പോഴും കുട്ടിയെ ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ മൂടിവെക്കാനാകാം. ഈ വൈകല്യങ്ങൾ ഇല്ലാതാക്കുവാനുള്ള ശ്രമം നടത്തേണ്ടതുണ്ട്. കുട്ടിയെ കളവ് പറയിക്കുവാൻ ശീലിക്കുന്ന അന്തരീക്ഷം വീട്ടിലുണ്ടോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഞാൻ വീട്ടിൽ ഫോൺ വന്നാൽ എൻ്റെ ഭാര്യയോട് പറയുന്നു ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞാളാ, ഞാനവിടെയുണ്ട്, എൻ്റെ കുട്ടി ഇതാണ് കേൾക്കുന്നത്. കുട്ടിക്ക് കളവ് പറയുന്നതിൽ വലിയ വിഷമമില്ല എന്നുള്ളൊരു അന്തരീക്ഷം വീട്ടിൽ ചെറുപ്പകാലത്ത് തന്നെ കൊടുക്കാനിടയുണ്ട്. മറിച്ച് ചിലപ്പോൾ ഒരു
എന്താണ് എസ്കേപ്പ് ചെയ്യാൻ, യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി പോകുവാൻ തക്കതായ തരത്തിൽ കുട്ടികൾ കളവുകൾ പറയുന്ന ഒരു ശീലമാക്കിയേക്കാം. അങ്ങനെ പറയുന്നത് അപകടമാണ്. കുട്ടിയുടെ കഴിവില്ലായ്മയെ ഇല്ലാതാക്കുന്നതിന് അത് സാധ്യമല്ലാതെ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കുട്ടിയുടെ മറ്റ് ഘടകങ്ങളെക്കുറിച്ച്, സാഹചര്യങ്ങളെക്കുറിച്ച് കൂടെ പഠിച്ചുകൊണ്ടായിരിക്കും ഇതിന് മാർഗനിർദ്ദേശം നൽകുവാൻ സാധിക്കുക. കുട്ടി കളവ് പറയുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് അന്വേഷിച്ചിട്ടായിരിക്കും ഈ കാര്യത്തിന് നല്ല ഒരു ഉത്തരം, നല്ലൊരു ആ കുട്ടിയെ തന്നെ കൂടുതൽ പഠന വിധേയമാക്കിയിട്ടായിരിക്കും സാധിക്കുക, അതിന് നിർദ്ദേശം നൽകുവാൻ സാധിക്കുക. നേരത്തെ ചോദിച്ചതിന് അനുബന്ധമായ മറ്റൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. കുട്ടി തീരെ മറ്റു കുട്ടികളുമായി ഇടപഴകുന്നില്ല, സംസാരിക്കുന്നില്ല. ഡോക്ടർ പറഞ്ഞത് ഓട്ടിസം എന്ന രോഗമുണ്ടെന്നാണ്. ഇതിനെന്താണ് പരിഹാരം? നല്ലൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കണം. ഡോക്ടർ നല്ല സമർത്ഥയായ ഒരു ഡോക്ടറാണ് ഓട്ടിസം ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കേണ്ടതുണ്ട്. അത്രമാത്രം പേടിക്കേണ്ടുന്ന ഒന്നല്ല ഇത്. സമർത്ഥയായ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ചിലപ്പോൾ നല്ലൊരു കൗൺസിലർ ഇത് കൈകാര്യം ചെയ്യുന്നതിന് നമ്മൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകും. നാം അതിന് ചെയ്യേണ്ടുന്നത് രക്ഷിതാക്കളുടെ വ്യവഹാരത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. രക്ഷിതാക്കളുടെ പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. രക്ഷിതാക്കൾ ഇതിനനുസൃതമായ തരത്തിൽ വീട്ടിൽ ചില അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ്. ഈ സ്വഭാവം മാറ്റിയെടുക്കുന്നതിന്, അത്തരത്തിലുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നതിന് മാർഗനിർദ്ദേശകരുടെ സഹായം നേടാവുന്നതുമാണ്. അതിൽ കൂടുതലായി പേടിക്കേണ്ടതില്ല. മറിച്ച് അതിനൊരു കുറച്ചുകൂടെ പ്രൊഫഷണൽ, പ്രത്യേകിച്ച് നല്ലൊരു ഡോക്ടറാണ് ഈ സുക്കടാണ് എന്ന് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അതിന് ഒരു നല്ലൊരു പ്രൊഫഷണലിൻ്റെ സഹായം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഞാൻ ഇനി അതുകൂടെ പറയാം. ആരാണ് ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ആരാണ് ഈ സൈക്യാട്രിസ്റ്റ്, ആരാണ് ഈ കൗൺസിലർ എന്നുള്ള 3 വിഭാഗങ്ങളെക്കുറിച്ച് പറയാം. പലയിടത്തും ഞാൻ സാന്ദർഭികമായിട്ട് ഇത് സൂചിപ്പിച്ചതുകൊണ്ട്, ഒരു സൈക്യാട്രിസ്റ്റ് അടിസ്ഥാനപരമായി വൈദ്യശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളാണ്. വൈദ്യശാസ്ത്രത്തിൽ മനോരോഗ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ആളാണ്. സൈക്യാട്രിക് ആയിട്ട് രോഗങ്ങളെ പഠിക്കുന്ന ഒരാളാണ് സൈക്യാട്രിസ്റ്റ് എന്ന് പറയുന്നത്. രോഗങ്ങളുടെ അടിസ്ഥാനം ഇല്ലാതാക്കുന്നതിന് മരുന്ന് നൽകിക്കൊണ്ട് ചികിത്സ നടത്തുന്ന ആളുകളാണ് സൈക്യാട്രിസ്റ്റ് എന്ന് പറയുന്നുള്ളത്. പല സൈക്യാട്രിസ്റ്റുകളും ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരന്മാരാണ്. ബുഷിനേക്കാൾ വലിയ ഭീകരന്മാരായ സൈക്യാട്രിസ്റ്റുകൾ കോഴിക്കോട് നഗരത്തിലുണ്ട്. അത്തരത്തിൽ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പല പ്രശ്നങ്ങളും എത്തിക്കുന്നതിന് മുമ്പ് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് എത്തിക്കുക, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് എത്തിക്കുക. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് രോഗത്തിന് മരുന്ന് ചികിത്സയായിട്ട് നൽകുന്ന ആളല്ല, മറിച്ച് രോഗത്തിൻ്റെ വിവിധ തലങ്ങൾ മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്ത് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഘടകങ്ങളെ മനസ്സിലാക്കി പരിഹാരമാർഗം നിർദ്ദേശിക്കുന്ന, അനുകൂലമായ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം എന്നിലുണ്ടാക്കേണ്ടത്, കുട്ടിയുടെ വ്യവഹാരത്തിന് എന്നിലുണ്ടാക്കണമെങ്കിൽ അതിന് മാർഗനിർദ്ദേശം തരുന്ന ആളായിരിക്കും. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കൂടുതൽ സമയം അതിനുവേണ്ടി ചിലവഴിക്കും. കുട്ടിയുടെ IQ മനസ്സിലാക്കാൻ ശ്രമം നടത്തും. കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കുവാനുള്ള ക്ലിനിക്കൽ മെത്തേഡ്സ് നടത്തും. ഇതാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത്. ഒരു കൗൺസിലർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ പല മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രശ്ന കേന്ദ്രീകൃതമായ ഒരു സമീപനം നടത്തുന്ന ചികിത്സകനാണ്. കൗൺസിലർ ഒരു ചികിത്സകൻ തന്നെയാണ്, പക്ഷേ വാചാ ചികിത്സ നൽകുന്ന ഒരാളാണ്. വാചാ ചികിത്സ ഉപദേശം കൊടുക്കലല്ല. ഉപദേശം നമ്മളെ കുട്ടികൾക്ക് ഇലക്ട്രിക് പോസ്റ്റ് വരെ ഉപദേശം കൊടുത്തിട്ടുള്ളവരാണെന്ന് പറയാറുണ്ട്. ഉപദേശത്തിൻ്റെ ഒരു കുറവുമില്ല. എല്ലാവരും ഉപദേശിച്ച്, ഞാൻ ബാപ്പാനെ കൊണ്ട് ഉപദേശിച്ചു, വല്യാപ്പനെ കൊണ്ട് ഉപദേശിച്ചു. ഉപദേശം കൂടുതലായ തകരാറാണ് പല കുട്ടികൾക്കും ഉള്ളത്. കുട്ടികൾക്ക് വേണ്ടത് മാർഗനിർദ്ദേശമാണ്. കുട്ടികൾക്ക് വേണ്ടത് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ശാസ്ത്രീയമായ സമീപനത്തോട് കൂടിയിട്ടുള്ള, വസ്തുനിഷ്ഠമായ സമീപനത്തോട് കൂടിയിട്ടുള്ള വാചാ ചികിത്സയാണ്. ഈ വാചാ ചികിത്സയാണ് കൗൺസിലിങ്ങിലൂടെ നടത്തുന്നത്. ഒരു നല്ല സ്കൂളിൽ ഒരു നല്ല കൗൺസിലർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിബന്ധന. നല്ലൊരു കൗൺസിലർക്ക് സ്കൂളിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ സാധിക്കും. എൻ്റെ അടുത്ത് എത്തിയ ഒരു കേസ് ഞാൻ പറയാം. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥരുടെ അച്ഛനും അമ്മയും ബാങ്ക് ഉദ്യോഗസ്ഥർ, 8-9 വയസ്സുള്ളൊരു കുട്ടി എപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വിച്ചിൽ പ്ലഗിലേക്ക് വിരലിങ്ങോട്ട് പ്രവേശിപ്പിക്കും. എന്നിട്ട് കുട്ടി ഞാനിത് അതിൻ്റെ അകത്ത് ഇടാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കും. ആകെ ആറ്റുനൂറ്റുണ്ടായ കുട്ടികളിൽ മുഖ്യൻ എന്നുള്ള നിലക്ക് ഈ കുട്ടി ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇവർ എത്രയൊക്കെ പറഞ്ഞോ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുന്നില്ല. എപ്പോഴും ഇതിൻ്റെ അകത്തേക്ക് വിരലിടാനുള്ള ഒരു ശ്രമം നടത്തുക എന്നാണ്. അതിൻ്റെ പ്രത്യാഘാതം ചിലപ്പോൾ ഭീകരമാകേക്കാവുന്നതുമാണ്. ഈ പ്രശ്നം കൗൺസിലിംഗ് സെൻറ്ററിലെത്തിയപ്പോൾ അതിനെ ഉചിതമായിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് രക്ഷിതാക്കളുടെ ചില പെരുമാറ്റങ്ങൾ കൂടെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്ന് മനസ്സിലായിട്ടുള്ളത്.
അമിതമായ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതും ആ പ്രതീക്ഷക്കൊത്ത വിധത്തിൽ ഈ കുട്ടിക്ക് പ്രതികരിക്കാൻ സാധിക്കാതെ ചെയ്യുന്നത് കൊണ്ടും ഈ കുട്ടി ഒളിച്ചോടുവാനും പേടിപ്പിക്കുവാനും ഭീഷണിപ്പെടുത്തുവാനും ഉപയോഗിച്ചിരുന്ന ഒരു മാർഗമായിരുന്നു എന്ന് മനസ്സിലായിട്ടുള്ളത്. അവരുടെ പെരുമാറ്റത്തിൽ അയവ് വരുത്തുകയും അവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുകയും ചെയ്തപ്പോൾ ഈ കുട്ടി ഈ വിരൽ പ്രയോഗം അവസാനിപ്പിക്കുകയും ചെയ്തു. ഈ മാർഗനിർദ്ദേശം ലഭിക്കണമെങ്കിൽ ഒരു പ്രൊഫഷണലായ, നമ്മൾ മറിച്ച് കുട്ടിയെ തല്ലു, ഇനിയേറ്റം ഇതിൽ വിരലിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അടിക്കും, കൊല്ലും, ഭക്ഷണം കൊടുക്കില്ല, പരിഹരിക്കാൻ ഉചിതമായ മാർഗമായിരിക്കില്ല. അതാണ് വസ്തുനിഷ്ഠമായ സമീപനത്തോടുകൂടെ മനഃശാസ്ത്രപരമായ ഒരു പശ്ചാത്തലത്തോടുകൂടെ കുട്ടിയുടെ പ്രശ്നത്തെ മനസ്സിലാക്കി കുട്ടിയെയും രക്ഷിതാവിനെയും ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തുന്ന ആളാണ് കൗൺസിലർ എന്ന് പറയുന്ന ആൾ. നല്ല ഒരു അധ്യാപകനോ അധ്യാപികക്കോ കൗൺസിലർ ആകാവുന്നതാണ്. കൗൺസിലിങ്ങിലുള്ള അടിസ്ഥാനപരമായ പരിശീലനം കൂടെ ലഭിക്കുകയാണെങ്കിൽ ഏറ്റവും ഉചിതമായി. നിർഭാഗ്യവശാൽ നമ്മുടെ പല സ്കൂളുകളിലും കൗൺസിലർമാരില്ല. ഇനി അഥവാ കേരളത്തിലുള്ള പല സ്കൂളുകളിലും കൗൺസിലർമാരുണ്ടെങ്കിൽ അത് പലപ്പോഴും ക്രൈസ്തവ സമുദായത്തിലുള്ള പുരോഹിതന് അല്ലെങ്കിൽ അച്ഛന് കന്യാസ്ത്രീകൾക്ക് നൽകിയിരിക്കുന്ന പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കൗൺസിലർമാരുമാണ്. അവരൊരു വാല്യൂ എഡ്യൂക്കേഷനോട് കൂടുതൽ ബന്ധിപ്പിച്ചിട്ടുള്ള കൗൺസിലിംഗ് ആണ് നടത്തുന്നത്. വാല്യൂ എഡ്യൂക്കേഷൻ ചില പ്രശ്നങ്ങൾക്ക് ഗുണം ചെയ്യുമെങ്കിലും ചില പ്രശ്നങ്ങൾക്ക് ദ്രോഹം ചെയ്യാവുന്നതാണ്. ഓരോ കൗൺസിലിങ്ങിന് ഉതകുന്ന തരത്തിലുള്ള ചില വ്യക്തികളെ, ഇപ്പോൾ MGMന് കൗൺസിലിങ്ങിന് പരിശീലനം നൽകിയിട്ടുള്ള 1-2 വ്യക്തികളെ ഉണ്ടാക്കി തീർക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കൂടുതലായിട്ട് സഹായം നടത്തുവാൻ സാധിക്കും. ഞാൻ ഇന്ന് പെനിസുലയുടെ പത്രപ്രതിനിധിയുമായിട്ട് സംസാരിക്കുകയായിരുന്നു. നാം എക്സ്പാട്രിയേറ്റ്സിൻ്റെ പ്രവാസികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്, ഒന്ന്, എയർപോർട്ടിൽ ആവശ്യത്തിന് വിമാനം വന്നിറങ്ങുന്നില്ല, കൃത്യസമയത്തിന് പോകുന്നില്ല, അല്ലെങ്കിൽ ഇവർക്ക് നിക്ഷേപം, ഇവരുടെ NRIക്കാർക്ക് നിക്ഷേപത്തിന് സ്വസ്ഥതയില്ല, സുരക്ഷിതത്വമില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് രാഷ്ട്രീയ നേതാക്കളും വന്ന് പറയുന്നവരാണ്. ഇന്നത്തെ മലയാള ന്യൂസിൽ പറഞ്ഞതുപോലെ നമ്മൾ കൊട്ടിഘോഷിച്ച് കൊണ്ടുവരുന്ന സാഹിത്യകാരന്മാരോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളോ ഒക്കെയും തന്നെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറയുകയും അതേ രീതിയിൽ പോകുന്നവരുമാണ്. പക്ഷേ എക്സ്പാട്രിയേറ്റ്സിൻ്റെ പ്രവാസികളുടെ കുടുംബത്തിലുണ്ടാകുന്ന സംഘർഷങ്ങളുണ്ട്. ഭൂരിപക്ഷം ആളുകളും കുടുംബം ഇവിടെ ഇല്ലാതെ താമസിക്കുന്നവരാണ്. അതിൻ്റെ അന്തസ്സംഘർഷമുണ്ട്. അവരും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇവിടെ കുട്ടികളുള്ള ഭാര്യയും കുട്ടികളോടൊപ്പം താമസിക്കുന്നവരുടെ ഇടയിലും ഉണ്ടാകാനിടയുള്ള പ്രശ്നങ്ങൾ അവിടെയുള്ളതിനേക്കാൾ പ്രശ്നങ്ങളെക്കാളേറെ കൂടുതലാണ്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ എന്ത് ചെയ്യണം? എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്ന പല കേസുകളും ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. എക്സ്പാട്രിയേറ്റ്സിൻ്റെ പല കേസുകളിലും രക്ഷിതാക്കൾ, കുട്ടികൾ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇവിടുന്ന് പോയൊരു കുട്ടിക്ക് +2 വരെ ഇവിടെ പഠിച്ച കുട്ടി, ദുബായിലൊരു സ്കൂളിൽ പഠിച്ച കുട്ടി +2 പഠിച്ചിട്ട് നാട്ടിലെത്തിക്കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇത് അവിടെ പഠിക്കുന്നൊരു കുട്ടിക്ക് ഉണ്ടാകുന്ന പ്രശ്നമല്ല. ഈ +2 പഠിച്ചോ അല്ലെങ്കിൽ കോളേജ് പഠിച്ചോ പോകുന്ന കുട്ടികൾ മുമ്പ് ഇവിടെ നിന്ന് പോയിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോൾ ഈ കുട്ടികളുടെ എണ്ണം കൂടുതലാണ്, കുടുംബങ്ങൾ കൂടുതലാണ്, ഇപ്പോൾ പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. +2 പഠിക്കുന്ന തലമുറ ഇപ്പോഴാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷേ +2 വരെ ഇവിടെ പഠിച്ച് കൗമാരപ്രായം വരെ ഗൾഫ് രാജ്യത്തിൽ നിന്നൊരു കുട്ടിക്ക് നാട്ടിൽ പോയിട്ട് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല ആ സാഹചര്യങ്ങളോട്. ഇവിടെയൊക്കെയും തന്നെയും കൗൺസിലർക്ക് കൂടുതലായിട്ട് സഹായിക്കാൻ സാധിക്കും. ഞാൻ സൂചിപ്പിക്കുന്നതാണ്, വളരെ എഫ്ലുവൻ്റ് ആയിരിക്കുന്ന എക്സ്പാട്രിയേറ്റ്സിൻ്റെ ഇടയിൽ, സമ്പന്നരായിരിക്കുന്ന എക്സ്പാട്രിയേറ്റ്സിൻ്റെ പ്രവാസികളുടെ ഇടയിൽ കുടുംബപരമായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന്, ആവശ്യമായ സന്ദർഭത്തിൽ തന്നെ പരിഹാരം നൽകുന്നതിന്, ഉചിതമായ രീതിയിൽ പരിഹാരം നൽകുന്നതിന് ഒരു കൗൺസിലിംഗ് സെൻറ്റർ ആവശ്യമായിട്ട് തരുന്നുണ്ട്. എക്സ്പാട്രിയേറ്റ്സിൻ്റെ ഓർഗനൈസേഷനുകൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണിത് എന്നുള്ളതും ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. ഒരു ചോദ്യം ഇവിടെ വിദേശത്ത് ഫ്ലാറ്റിൽ ജീവിക്കുന്ന ആളുകൾക്ക് പ്രസക്തമായൊരു ചോദ്യമാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി രാവിലെ 1 മണിക്കൂറോളം ബാത്റൂം ഉപയോഗിക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും ഇതിന് മാറ്റം വരുന്നില്ല. പ്രത്യേകിച്ചും ഒരു ഫ്ലാറ്റിൽ ഒരു ബാത്റൂമൊക്കെയുള്ള ആളുകൾക്ക് വളരെ പ്രയാസം ഉണ്ടായിരിക്കും. ഇതിന് മറുപടി പ്രതീക്ഷിക്കും. ഒരു ഫ്ലാറ്റിൽ 3 ബാത്റൂമുകളാണുള്ളതെങ്കിലും ഒരു കുട്ടി 1 മണിക്കൂറോളം ബാത്റൂം ഉപയോഗിക്കുകയാണെങ്കിൽ അത് അപകടകരമാണ്. എന്തുകൊണ്ട് ഈ കുട്ടി ഇത് അങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അധികപക്ഷവും ഈ കുട്ടി മറ്റു പല ഘടകങ്ങളിൽ നിന്നോ കാര്യങ്ങളിൽ നിന്നോ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്നുള്ള നിലക്കായിരിക്കണം ഇത് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു 10 വയസ്സിന് 13 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ ഇത് കുട്ടികളുടെ പ്രായം ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഘടകമാണ് എന്നുള്ളത് അർത്ഥം. കുട്ടികളുടെ പ്രായത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് ബാത്റൂം യൂസേഴ്സ് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നിൽക്കുന്നത് എന്നുള്ളത് കുട്ടിയുടെ വ്യവഹാരപരമായ മറ്റ് ഘടകങ്ങളോടുകൂടെ ചേർന്ന് നിൽക്കുന്നതാണ്. ഈ കുട്ടിയെ സൂക്ഷ്മമായ വിശകലനം നടത്തിയാൽ മാത്രമായിരിക്കും ഇതിനൊരു പരിഹാരം കാണുവാൻ സാധിക്കുക. മറിച്ച് എനിക്ക് പൊതുവായി പറയാനുള്ളത്, കുട്ടി ബാത്റൂമിൽ കൂടുതൽ സമയം, പ്രത്യേകിച്ച് 13 വയസ്സിന് താഴെയുള്ള കുട്ടി കൂടുതൽ സമയം ചെലവഴിക്കുന്നത് പ്രത്യേകിച്ച് വായിക്കുകയോ മറ്റൊന്ന് ചെയ്ത്, ബാത്റൂമിൽ വെച്ചാണ് പല കുട്ടികളും വായിക്കുന്നത്, വായിക്കാതെയൊക്കെയാണ് ഈ കുട്ടികൾ ഇത് ചെയ്യുന്നതെങ്കിൽ
യാതൊരു സംശയവും വേണ്ട. കുട്ടി മറ്റ് ചെയ്യേണ്ടുന്ന ചില പ്രവൃത്തികളിൽ നിന്ന് ഒളിച്ചോടി പോകുവാനുള്ള ഒരു മാർഗം എന്നുള്ള നിലക്കായിരിക്കാം ചെയ്യുന്നത്. കുട്ടിയുടെ രക്ഷിതാക്കളെയും കൂടുതൽ മനസ്സിലാക്കുവാനുള്ള ശ്രമം നടത്തിയാൽ അതിന് അറിയുവാൻ സാധിക്കുന്നതായിരിക്കും. കുട്ടികളുടെ പ്രാർത്ഥന തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളോട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചിരിക്കുന്ന നമസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. നാം ധാർമ്മിക മൂല്യങ്ങൾ കുട്ടികളിൽ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും നമ്മൾ ആശിക്കുന്ന തരത്തിൽ ഈ ധാർമ്മിക മൂല്യങ്ങൾ വരാതിരിക്കുകയും ചെയ്യുമ്പോൾ മതപരമായ ചര്യ, ഇസ്ലാമികമായ ചര്യ, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിൻ്റെ ചര്യ കുട്ടികൾക്ക് വരാതെ പോകുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചര്യ അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ട് കാര്യമില്ല. പല കുട്ടികളും അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ട്, എനിക്കറിയാവുന്ന ഒരു രക്ഷിതാവിൻ്റെ അറിയാം, രാവിലെ എഴുന്നേറ്റ് നിർബന്ധമായിട്ടും എഴുന്നേൽപ്പിച്ച് നമസ്കരിക്കാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇദ്ദേഹം നമസ്കരിക്കാനുള്ള തുനിയുള്ളൂ. ഈ ചെറുപ്പക്കാരൻ ഈ കുട്ടി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, വിശ്വസിക്കുമെന്നറിയില്ല, കണ്ണടച്ചുകൊണ്ടാണ് ബാത്റൂമിലേക്ക് പോവുക. കണ്ണടച്ചുകൊണ്ട് തന്നെ പല്ല് അല്ലെങ്കിൽ ദേഹശുദ്ധി ഒതു എടുത്തുകൊണ്ടിട്ട് വരും. കണ്ണടച്ചുകൊണ്ട് തന്നെ നിസ്കരിച്ച് സാധിക്കുമെങ്കിൽ ആ നിസ്കാരപ്പായ തന്നെ കിടന്നുറങ്ങുകയും ചെയ്യും. കുട്ടിയെ സദാചാര മൂല്യം അല്ലെങ്കിൽ പ്രാർത്ഥന തുടങ്ങിയിട്ടുള്ളവയിൽ പരിശീലനം കൊടുക്കുകയോ അല്ലെങ്കിൽ ആവശ്യമായത് കൊടുത്തു വരികയോ ചെയ്യുന്നെങ്കിൽ അതിനുള്ള അന്തരീക്ഷം നമ്മൾ വീട്ടിലുണ്ടാക്കേണ്ടതുണ്ട്. കുട്ടിയെ അതിന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. മൂല്യാധിഷ്ഠിതമായ ജീവിതത്തിൻ്റെ പ്രാധാന്യം അറിയേണ്ടതുണ്ട്. മൂല്യാധിഷ്ഠിതമായ ജീവിതം നമ്മുടെ മക്കൾക്ക് ലഭിക്കാതെ പോകുന്നത് കൊണ്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഭീകരമാണ് താനും. ദൃശ്യശ്രവ്യ മാധ്യമങ്ങളുടെ പ്രതികൂലമായ വശങ്ങൾ എന്തുകൊണ്ടൊരു കുട്ടി കൂടുതൽ സ്വീകരിക്കുന്നു? മൂല്യാധിഷ്ഠിതമായൊരു ജീവിതത്തിൻ്റെ അഭാവം തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. കുട്ടികൾ പലപ്പോഴും തിന്മകളിലേക്ക് പോകുന്നത് എന്തുകൊണ്ട്? മൂല്യാധിഷ്ഠിതമായ ജീവിതത്തിൻ്റെ അഭാവം തന്നെയാണ് കാരണം. മദ്യത്തിനും മയക്കുമരുന്നിനും കീഴ്പ്പെടുന്നവരുടെ എണ്ണം നമ്മുടെ തലമുറയിൽ കൂടിക്കൂടി വരുന്നു. മൂല്യാധിഷ്ഠിതമായൊരു ജീവിതം സാരവത്തായ രീതിയിൽ പ്രയോഗവൽക്കരിക്കപ്പെടാൻ പോകുന്നതിലുള്ള പരാജയം കൂടിയാണ് അതിനുള്ള കാരണം. ഇവ പരിശീലിപ്പിക്കേണ്ടുന്നത് ഒരു രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. നാം എന്ത് നൽകിയിട്ടിട്ടും കാര്യമില്ല, ഒരു മൂല്യാധിഷ്ഠിതമായ ജീവിതം നമുക്ക് നൽകുകയാണെങ്കിൽ. മൂല്യാധിഷ്ഠിതമായ ജീവിതം, സമഗ്രമായൊരു ജീവിത പദ്ധതി നൽകുവാനുള്ള ഒരു മതത്തെ സംബന്ധിച്ചിടത്തോളം അത് നൽകുക എന്നുള്ളത് രക്ഷിതാക്കളുടെ കൂടെ ഉത്തരവാദിത്തമായി തീരുന്നത് കൊണ്ട് അതിന് ഏറ്റവും അനുയോജ്യമായ മാർഗങ്ങൾ നേടുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. പലപ്പോഴും ഈ നമ്മുടെ നാട്ടിലൊക്കെയുള്ള മദ്രസ എഡ്യൂക്കേഷൻ ഭീകരമായ പീഡനമായിട്ട് കുട്ടികൾക്ക് തീരുന്നു. ഞാൻ മദ്രസകളിൽ പഠിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ളൊരു സ്റ്റഡി നടത്തിയിരുന്നുള്ള, ഞാൻ മതവിഭാഗങ്ങളെക്കുറിച്ച് പറയുവാനല്ല, പലപ്പോഴും ഏത് വിഭാഗമായാലും മദ്രസയിലൂടെ കുട്ടികൾക്ക് നൽകുന്ന അറിവ് വളരെ അശാസ്ത്രീയമായ രീതിയിലുള്ളതാണ്. 8 വയസ്സാകുന്നതിന് മുമ്പ് കുട്ടിക്ക് മെൻസ്ട്രൽ പീരിയഡ്സിനെ കുറിച്ച് വളരെ വികലമായ അറിവുകൾ നൽകുന്ന മദ്രസ പാഠപുസ്തകങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പഠിപ്പിച്ചത് തന്നെ വീണ്ടും പഠിപ്പിക്കുന്ന, എന്നിട്ടോ പഠിയാതെ പോകുന്ന മദ്രസ പാഠപുസ്തകങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കുട്ടികൾക്കൊരു മദ്രസ എഡ്യൂക്കേഷനിലൂടെ അല്ലെങ്കിൽ റിലീജിയസ് ഇൻസ്ട്രക്ഷനിലൂടെയാണല്ലോ നമുക്ക് ഇത് നൽകാൻ സാധിക്കുക. റിലീജിയസ് ഇൻസ്ട്രക്ഷൻ അശാസ്ത്രീയമാണെങ്കിൽ ഇതെങ്ങനെ നമുക്ക് നൽകുവാൻ സാധിക്കും? താല്പര്യമുള്ളവർക്ക് ഇക്ര എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ്റെ പാഠപുസ്തകങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മാർഗമാക്കാവുന്നതാണ്. അമേരിക്ക ചിക്കാഗോ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇക്ര എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ റിലീജിയസ് ഇൻസ്ട്രക്ഷന് അതിശാസ്ത്രീയമായ മനഃശാസ്ത്രമായ രീതിയിൽ, അതും ക്രമാനുസൃതമായ രീതിയിൽ ചില പാഠപുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അത് ആദ്യം തൊട്ട് കുട്ടികൾക്ക് ഒഴിവു നേരങ്ങളിൽ നമ്മളൊരു മണിക്കൂർ വെക്കുക. ആ 1 മണിക്കൂർ, ആഴ്ചക്ക് 1-2 മണിക്കൂർ നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിട്ട് കുട്ടി ചെയ്യുകയാണെങ്കിൽ കുട്ടി മതവിദ്യാഭ്യാസം കൗതുകപൂർവ്വം താല്പര്യത്തോടു കൂടെ പഠിക്കുവാനിടയുണ്ട് എന്നുള്ളതാണ്. മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് പലപ്പോഴും ആവശ്യത്തിന് ലഭിക്കാതെ പോകുന്നത് നാം അത് പഠിപ്പിക്കുന്ന രീതിയിലുള്ള തകരാറുകൾ കൊണ്ടാണ്. കുട്ടി അറിയാതെയാണ് പഠിക്കുന്നത് പലതും. കുട്ടി മനസ്സിലാക്കിക്കൊണ്ടല്ല പഠിക്കുന്നത് പലതും. കുട്ടി ബോധ്യപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇക്ര എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ്റെ പാഠപുസ്തകങ്ങൾ അടിസ്ഥാനപരമായി പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് പ്രൊസീജിയറിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. തസ്ലീമ അബ്ദുള്ള, 2 വളരെ പ്രഗത്ഭരായിരിക്കുന്ന, കരിക്കുലത്തിൽ PhD നേടിയിട്ടുള്ള 2 പ്രഗത്ഭരായിരിക്കുന്ന അമേരിക്കയിൽ സെറ്റിൽ ചെയ്തിട്ടുള്ള ഉത്തരേന്ത്യൻ അധ്യാപകരാണ് ഈ പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഈ പാഠപുസ്തകങ്ങൾ ലഭ്യമാണ് താനും. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതുപോലെ ശാസ്ത്രീയമായ ഒരു മാർഗം അവലംബിച്ചുകൊണ്ട് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുവാനുള്ള ശ്രമം നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. വലിയ ഭാരമാകാത്ത തരത്തിൽ നമ്മൾക്ക് കുട്ടികൾക്ക് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടിയിരിക്കുന്നു.
മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വ്യക്തിയുടെ വളർച്ചയിൽ മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഭൗതിക വിദ്യാഭ്യാസം ഈ വശത്തെ പലപ്പോഴും തള്ളുന്നതാണ്. ഏത് മതത്തിലായാലും ഈ വശത്തെ പലപ്പോഴും തള്ളുന്നതാണ്. ഈ വശം തള്ളുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ കുട്ടികളുടെ പലപ്പോഴും വ്യക്തിത്വ ശിഥിലീകരണത്തിന്, പേഴ്സണാലിറ്റി ഡിസോർഗനൈസേഷന് കാരണമായി തീരുന്നുണ്ട് എന്ന് പഠനം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ പല രക്ഷിതാക്കളും, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സമ്പന്നരായിരിക്കുന്ന രക്ഷിതാക്കൾ, പലപ്പോഴും ഉയർന്ന ഉദ്യോഗവും സമ്പന്നതയും ഒക്കെ ഉള്ള രക്ഷിതാക്കൾ കാണാതെ പോകുന്നൊരു മേഖലയാണിത്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയുമാണിത്. ഒരു ചോദ്യം, 4-ാം വയസ്സിൽ നട്ടപ്പിരാന്ത് എന്ന ഒരു ചൊല്ലുണ്ടല്ലോ, ഇത് ഈ വാചകം ശാസ്ത്രീയമാണോ? പൂർണ്ണമായും അശാസ്ത്രീയമാണ്. അതിനുള്ള കാരണം കുട്ടിയുടെ പ്രായത്തിൻ്റെ ഘടകങ്ങളിൽ, പ്രായത്തിൻ്റെ വളർച്ചയിൽ പല പ്രായത്തിലും ചില വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. 1 വയസ്സുള്ള കുട്ടി 4 വയസ്സുള്ള കുട്ടിയിൽ നിന്ന് വളരെ വ്യത്യസ്തയാണ്. മനഃശാസ്ത്രത്തിൽ പറയുന്നത് തന്നെ ഒരു കുട്ടി ലോകത്തെക്കുറിച്ച് അറിയുന്നത് 3-4 വയസ്സിൻ്റെ സമയങ്ങളിലാണ്. 1-2 വയസ്സ് സമയത്ത് നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുട്ടി വീട്ടിലുള്ള ആളുകളെ, വീട്ടിലുള്ള കോർണേഴ്സ് തുടങ്ങിയിട്ടുള്ളപ്പോൾ മനസ്സിലാക്കുന്നു, എവിടെയാണ് ഭക്ഷണം വെക്കുന്നത്, എവിടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. 2 വയസ്സുള്ള 3 വയസ്സുള്ള കുട്ടിക്ക് ഇതറിയാം. ഈ കുട്ടി പുറം ലോകത്തേക്ക് കടക്കുകയും ഒരല്പം സ്വാതന്ത്ര്യത്തോടു കൂടെ ഇടപെടുകയും ചെയ്യുന്ന പ്രായമാണ് 4 വയസ്സ് 5 വയസ്സുള്ളത്. ഈ സമയത്ത് കുട്ടിയുടെ കൗതുകങ്ങളിൽ, കുട്ടികളുടെ താല്പര്യങ്ങളിൽ, കുട്ടിയുടെ ഭാവനയിൽ, കുട്ടിയുടെ വിചാരങ്ങളിൽ പലപ്പോഴും നമുക്ക് അയഥാർത്ഥമെന്ന് തോന്നുന്ന പല വ്യവഹാരങ്ങളും കാണാൻ സാധിക്കും. എന്തുകൊണ്ട് ഈ നക്ഷത്രം താഴോട്ട് വീഴുന്നു? കുട്ടിക്ക് കുട്ടിയുടേതായൊരു വീക്ഷണമുണ്ട്. എന്തുകൊണ്ട് ഈ പൂമ്പാറ്റയും പൂവും ഇങ്ങനെ ഒന്നിച്ചു നിൽക്കുന്നു? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പൂക്കൾ പൂമ്പാറ്റയായിട്ട് പാറിപ്പറക്കുന്നത്? ഈ തരത്തിലുള്ള കുട്ടികളുടെ കൗതുകങ്ങൾ പലപ്പോഴും രക്ഷിതാക്കളുടെ വിവേകം വെച്ചുകൊണ്ട് അളക്കുവാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഈ 4-ാം വയസ്സിൽ നട്ടപ്പിരാന്ത് എന്നുള്ള പ്രയോഗം നമ്മൾ നമ്മുടെ കുട്ടികളുടെ മേൽ ഒരു അധിക്ഷേപമായിട്ട് നിൽക്കുന്നത്. കുട്ടികളുടെ ലോകത്ത് കൗതുകങ്ങളോടുകൂടെ വളരേണ്ടവരാണ്. കുട്ടികൾക്ക് കുട്ടിത്തം എന്ന് പറയുന്നത്, ബാല്യം എന്ന് പറയുന്നത് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ലാത്തതാണ്. നാം പലപ്പോഴും നമ്മുടെ വിവേകം വെച്ച്, നമ്മുടെ വിചാരം വെച്ച്, നമ്മുടെ താല്പര്യങ്ങൾ വെച്ച്, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ വെച്ച് കൊണ്ടിട്ടാണ് കുട്ടികളെ വളർത്തുന്നത്. അപകടകരമാണ്. നാം ഭക്ഷണ രുചികളിൽ പോലും, എനിക്കറിയാവുന്ന ഒരു രക്ഷിതാവിനെ എനിക്കറിയാം. എഗെയിൻ ഇത് ഒരു ഗൾഫിലുള്ള ഒരു കുടുംബമാണ് അല്ലേ, എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവൻ ഗൾഫിൽ അവധിയിൽ വന്നപ്പോഴെന്നോട് പറഞ്ഞു, തീരെ ഭക്ഷണം കഴിക്കുന്നില്ല എന്നാണ് ഭാര്യ പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, ഭാര്യയും കൂട്ടിയിട്ട് ഒരു ദിവസം വന്നപ്പോൾ പറഞ്ഞു, ഇവന് രാവിലെ എഴുന്നേറ്റാൽ ഞങ്ങളിവിടെ പത്തിരി ഉണ്ടാക്കും, കോഴിക്കോട്ടുകാരാണ്, പത്തിരി ഉണ്ടാക്കും, പുട്ടുണ്ടാക്കും, ഇതൊന്നും അവന് തിന്നുന്നില്ല. അവൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവന് പഴം പുഴുങ്ങിയത് മാത്രം മതി. അപ്പോൾ ഞാൻ പറഞ്ഞു, പഴം പുഴുങ്ങിയത് തിന്നു. പഴം പുഴുങ്ങിയത് 1-1.5 പഴം പുഴുങ്ങിയത് തിന്നു, പക്ഷെ പത്തിരിയൊന്നും തിന്നുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉച്ചക്ക് ഇവന് ചോറ് ഇതിലിട്ട് ടിഫിനിലിട്ട് കൊണ്ടുകൊടുത്താൽ തീരെ തിന്നില്ല. അതിന് പകരം റൊട്ടിയോ ചപ്പാത്തിയോ അതോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാ തിന്നുക. അത് തിന്നിട്ട് എന്താ കാര്യം? ഞാൻ പറഞ്ഞു, അത് തിന്നു, അതും തിന്നാറുണ്ട്. വൈകുന്നേരം വീട്ടിൽ വന്നാൽ ഉച്ചക്ക് ഊണ് കഴിക്കാത്തതില്ല, എന്നാലെങ്കിലും അവന് ഊണ് കഴിച്ചുകൂടെ? അവന് ഊണ് കഴിക്കില്ല. ഞാനിത് ഏറ്റി പറയുകയല്ല. അവസാനം ഈ കുട്ടിക്ക് അജീർണം വരാവുന്ന ഭക്ഷണം കൂടുതൽ കഴിക്കുന്നുമുണ്ട്, രക്ഷിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നുമില്ല. രക്ഷിതാവ് ഇഷ്ടം അടിച്ചേൽപ്പിക്കുമ്പോൾ കുട്ടിക്ക് ഭക്ഷണത്തോട് തന്നെയുള്ള അരുചി ഉണ്ടായിത്തീരുന്നു. അരുചി ഉണ്ടാക്കുന്നത് പലപ്പോഴും ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരു അരുചി ഉണ്ടാക്കുന്നത്, കുട്ടികൾ കഴിക്കാതെയാവുന്നത്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ചീത്ത ഭക്ഷണം അല്ലെങ്കിൽ കൊടുക്കുക. ആ ചീത്ത ഭക്ഷണം അല്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ കുട്ടിയുടെ ടേസ്റ്റിനെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതുമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, കുട്ടികളുടെ പ്രായത്തിൽ ഇത്തരത്തിലുള്ള അവരുടെ കൗതുകങ്ങളുണ്ട്, അവരുടെ താല്പര്യങ്ങളുണ്ട്. പണ്ട് കാലത്ത് ഇതിന് പ്രാധാന്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, യൂണിഫോം ഇട്ട മാതിരി എനിക്കും എൻ്റെ ഏട്ടനും അനിയനും കോഴിക്കോട്ട് അങ്ങാടി കൂടെ നടന്നു പോകായിരുന്നു. അന്ന് തന്നെ നമ്മൾ പറയായിരുന്നു, എന്താ കോൺഫറൻസിന് പോകാനൊപ്പാന്ന് ചോദിക്കും. എല്ലാവരും ഒരേ തരത്തിലുള്ള വേഷം ഇട്ട് നടക്കുന്നത് കൊണ്ടിട്ടുള്ളത്. ഇന്ന് കുട്ടികൾ അത് സ്വീകരിക്കുകയില്ല. ഓരോ ആളിനും ഓരോരോ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ കുട്ടികളുടെ ഭാവനയെ, കുട്ടികളുടെ ആ പ്രായത്തിലുള്ള താല്പര്യത്തെ, ഒരു സോഷ്യൽ ബീയിങ്ങിൻ്റെ ആദ്യഘട്ടമാണ് 4-ാമത്തെ വയസ്സിൽ. സോഷ്യൽ ബീയിങ്ങിൻ്റെ നെയ്ബേഴ്സ് ആരാണ് അതൊക്കെ അറിയുന്ന ഈ 4-ാമത്തെ വയസ്സിലാണ്. സ്വാഭാവികമായും അവൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടുന്നത് 4-ാമത്തെ വയസ്സിലാണ്. അവൾ കൂടുതൽ വർത്താനം പറയുന്നത് 4-ാമത്തെ വയസ്സിലാണ്. ഇതിനെയാണ് നമ്മൾ പഴിചാരുന്നത്. പലപ്പോഴും കുട്ടികൾക്ക് പ്രതികൂലമായിരിക്കുന്ന ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അസ്സലാമു അലൈക്കും. പ്ലീസ്. സാറിൻ്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി, സ്നേഹം ഫ്രിഡ്ജിൽ വെച്ച് പൂട്ടാനുള്ളതല്ല, അത് കൊടുക്കാനുള്ളതാണ്. അതെൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്.
അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് പൂട്ടി നടക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് അത് താഴ് പൊളിക്കാതെ അത് പുറത്തെടുക്കാനുള്ളൊരു രീതി പറഞ്ഞു തരാൻ സാറിനോട്. ഞാൻ ഏതായാലും കൗതുകമുള്ളൊരു ചോദ്യമായി ഇതുള്ളത്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഭർത്താവ് എന്നുള്ളത് എനിക്ക് ഞാൻ ഭാര്യയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങനെ അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഭാര്യ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള സ്നേഹം ഞാൻ കൊടുക്കാതെ പോകുന്നു. അപ്പോൾ ഇതില്ലാതാക്കണമെങ്കിൽ ഭാര്യയുടെ പ്രതീക്ഷ എന്താണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായൊരു ഭീകരമായ നേട്ടത്തെക്കുറിച്ച് പറയട്ടെ. ഞാൻ സാധാരണ രീതിയിൽ വളരെ നേരത്തെ എഴുന്നേൽക്കുന്ന ആളാണ്. എത്ര വൈകി ഉറങ്ങിയാലും സാധാരണ രീതിയിൽ നേരത്തെ എഴുന്നേൽക്കുന്ന ആളാണ്. ശീലം കൊണ്ട് അങ്ങനെ ആയിരിക്കുന്നു. നേരത്തെ എഴുന്നേറ്റാൽ ഞാൻ ഈ ചായ കാപ്പിയൊന്നും കുടിക്കാത്തത് കൊണ്ട് എനിക്കതൊരു വലിയ പ്രശ്നമില്ല. ഒരു ഗ്ലാസ് പച്ചവെള്ളമോ വേണമെങ്കിൽ മാക്സിമം ഒരു ചുടുവെള്ളമോ അല്ലെങ്കിൽ ജാപ്പി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അതോ കുടിച്ചാൽ മതി. പക്ഷെ എൻ്റെ മക്കൾ, ഞാൻ വിളിച്ചുണർത്തുന്ന മക്കൾ എണീറ്റ ഉടനെ അവർക്ക് ചായ കിട്ടണം. സാധാരണ രീതിയിൽ എൻ്റെ വീട്ടിൽ ഞാനും മക്കളും എഴുന്നേറ്റതിന് ശേഷമാണ് പലപ്പോഴും വീട്ടിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന എൻ്റെ ഭാര്യ എണീക്കാറുള്ളത്. ഞാൻ 1997 ജനുവരി 1 ഒരു തീരുമാനം എടുത്തു. 98 ഒരു ജനുവരി 1 ഒരു തീരുമാനം എടുത്തു. ഞാൻ പുതിയ വീട്ടിലേക്ക് മാറിയതിന് ശേഷം ഒരു തീരുമാനം എടുത്തു. എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ചായ ഞാൻ ഉണ്ടാക്കും. ഞാൻ എഴുന്നേറ്റു, എനിക്ക് 5-10 മിനിറ്റ് ചായ ഉണ്ടാക്കാൻ ഞാൻ എടുക്കുന്നില്ല എന്ന് ഞാൻ കണ്ടുപിടിച്ചു. ചിലപ്പോൾ പത്രം വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ. ആണുങ്ങൾ കുക്കിംഗ് നടത്തുന്നവരുണ്ടല്ലോ, കുറഞ്ഞ സമയം കൊണ്ട് എളുപ്പം കുക്കിംഗ് നടത്തുമെന്ന് ഞാൻ ചില വിദഗ്ധരായ കുക്കുമാരിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും പെണ്ണുങ്ങൾ കൂടുതൽ സമയം എടുത്തിട്ട് കുക്കിംഗ് ഒരു വലിയ പ്രയാസമാക്കുന്നതാണെന്ന് ചിലവരെ വെച്ച് തോന്നിയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു 5-6 മിനിറ്റ് കൊണ്ട് മകളെ വിളിക്കുന്നു. മകളെ വിളിച്ച് ചിലപ്പോൾ ബാത്റൂമിലേക്ക് മെല്ലെ ഒന്ന് പ്രവേശിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പോഴത്തേക്ക് വെള്ളം തെളിച്ചിട്ടുണ്ടാകും. വളരെ മെക്കാനിക്കലായിട്ട് സാമാന്യം നല്ല ചായ ഉണ്ടാക്കാനും ശീലിച്ചു. ഭാര്യ എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ പറയും, ഒരു അഹങ്കാരത്തോടു കൂടിയൊന്നല്ല പറയില്ല. ആദ്യത്തെ ദിവസങ്ങളിൽ പറഞ്ഞു, ചായ ഉണ്ട്, ചൂട് തണയാതെ തന്നെ കുടിക്കുന്നതാണ് നല്ലതെന്ന്. വിശ്വസിക്കുമെന്ന് അറിയില്ല. എൻ്റെ അയൽപക്കത്തൊക്കെ വൈകാതെ തന്നെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, ഇപ്പം നല്ല സുഖമാണ്, എണീറ്റ് വരുമ്പോൾ നല്ല ചൂടുള്ള ചായ കിട്ടാൻ. ഞാൻ 5 മിനിറ്റോ 10 മിനിറ്റോ ഉപയോഗിച്ചുകൊണ്ട് ഭാര്യയ്ക്ക് നൽകിയിരിക്കുന്ന ആ സ്നേഹമുണ്ടല്ലോ, ആ സൗഹൃദമുണ്ടല്ലോ, ആ സഹായമുണ്ടല്ലോ, എനിക്കതിൻ്റെ റിട്ടേൺസ് കൂടുതൽ കിട്ടാനും തുടങ്ങി. ഞാനാണവിടെ വിന്നർ, ഞാനവിടെ ലൂസറല്ല. സ്നേഹം പ്രതീക്ഷിക്കുന്നത് എന്ത് എന്ന് അറിഞ്ഞുകൊണ്ട് കൊടുക്കുവാനുള്ള ശ്രമം നടത്തുക. ഉള്ളു തുറന്ന സംസാരത്തിൽ നിന്ന് അതറിയാൻ സാധിക്കും. ഓരോരോ കൊല്ലം കഴിയുമ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് മക്കളെയും അമ്മായിപ്പനെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ടിട്ട് നമുക്കൊരു ആത്മവിശകലനം നടത്തേണ്ടതുണ്ട്. എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ആത്മവിശകലനം നടത്തേണ്ടതുണ്ട്. അത് ആരോഗ്യപരമായിട്ട് എടുക്കുകയാണ്. ആത്മവിശകലനം നടത്തി അവസാനം അടിപിടിയിൽ എത്തിച്ചേരരുത് എന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും അങ്ങനെ എത്തിച്ചേരാറുണ്ട്. ആത്മവിശകലനം നടത്തി അപ്പം നമ്മൾ വളരെ ഓപ്പൺ ആയിരിക്കണം. ഞാൻ കറക്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള തീരുമാനത്തിൽ എത്തി നിൽക്കണം. അപ്പോഴായിരിക്കും ഞാൻ ബ്ലൈൻഡ് ആയിരിക്കുന്ന എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഘടകം കണ്ടെത്തുകയുള്ളൂ. ഞാൻ ബ്ലൈൻഡ് ആയിരിക്കുന്ന എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഘടകം കണ്ടെത്തിയാൽ ഞാനത് കറക്റ്റ് ചെയ്യാൻ തയ്യാറാകണം. ഇത് കറക്റ്റ് ചെയ്യുമ്പോഴേക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന സ്നേഹം ഫ്രിഡ്ജിൽ വെക്കാതെ മറ്റുള്ളവർക്ക് ആസ്വാദ്യകരമാക്കി തീർക്കുവാൻ സാധ്യതയുണ്ട്. ഉള്ളു തുറന്ന സംസാരത്തിൽ നിന്നാണ് പ്രതീക്ഷയും കടപ്പാടും പ്രതീക്ഷയും കടമയും തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതികരിക്കുവാൻ സാധിക്കുക. അതിൽ ചെറിയ വിട്ടുവീഴ്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ടതുണ്ട്. ഞാൻ കല്യാണം കഴിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത്, എൻ്റെ ഭാര്യയ്ക്ക് ഫാൻ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഫാനാണല്ലോ ഉള്ളത്, ഫാൻ 5 സ്പീഡിലിട്ടാൽ മാത്രമേ ഉറങ്ങാൻ സാധിക്കുള്ളൂ. 5 എന്നുള്ളത് അതിൻ്റെ മാക്സിമാണ്. ഫാൻ ഇട്ടാൽ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. ഇതെൻ്റെ ഭാര്യ അറിയുന്നവരോടൊന്നും പോയിട്ട് നിങ്ങൾ ചോദിക്കരുത്, ഇതൊരു കുടുംബരഹസ്യമാണ്. എനിക്ക് ഫാൻ 0-ൽ അഥവാ ഫാൻ ഇല്ലെങ്കിൽ എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുള്ളൂ. ശീലിച്ചു പോയി. അതിനിപ്പോൾ കൊതുകുണ്ടെങ്കിലും നല്ല മൂടി പൊതച്ചങ്ങ് സുഖമായിട്ട് കിടന്നുറങ്ങും. ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അസ്വസ്ഥതയാണ്. ആദ്യ രാത്രി ഒരു കാളരാത്രിയായിരുന്നു എന്നുള്ളത് ഞാൻ എടുത്തു പറയട്ടെ. ഞാൻ മനസ്സിലാക്കി, അവരിൽ നിന്നുള്ള സംസാരിച്ചപ്പോൾ അവർക്ക് മനസ്സിലാക്കി ഫാന് ഇടാതെ ഇവർക്ക് ഉറങ്ങാൻ കഴിയില്ല. ഞാൻ മെല്ലെ നിർത്തി നോക്കി, പാതിരാത്രിക്ക് എഴുന്നേറ്റിട്ട് ഫാന് മെല്ലെ നിർത്തി നോക്കി. ടോപ്പ് എന്ന് പറഞ്ഞിട്ട് നെട്ടി ഉണർന്നത് ഞാൻ കണ്ടു. നിങ്ങൾ ഫാൻ നിർത്തല്ലോ കേട്ടോ, ഉറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളത്. ഞാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി.
ഞാൻ പറഞ്ഞു ഫാൻ ഇട്ടോളൂ, നമുക്കൊരു 3-ലോ 2-ലോ ഇടാൻ പറ്റുമോ എന്നുള്ളത് ഒരു വിട്ടുവീഴ്ചയാണ്. എനിക്ക് ഫാൻ ഇട്ടാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും ഒരു അസ്വസ്ഥത ഉണ്ട്, അത് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഷെയറിങ് നടത്തി. ആദ്യത്തെ ആഴ്ച തന്നെ ആ വിട്ടുവീഴ്ച കൊണ്ട് എനിക്ക് കുറേയൊക്കെ സ്വസ്ഥത കിട്ടി. ഞാൻ ആദ്യമേ ഒരു തീരുമാനമെടുത്ത്, എന്താണെന്ന് വെച്ചാൽ ഞാൻ എത്ര വിചാരിച്ചാലും എനിക്ക് അത്രമാത്രം എളുപ്പത്തിൽ മാറ്റാനാവാത്ത വിധത്തിൽ എൻ്റെ ഭാര്യയുടെ വ്യവഹാരം കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, കണ്ടീഷനിങ് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് മാറ്റാനാവാത്തത് അഭിമുഖീകരിക്കുവാനുള്ള ധൈര്യം തരണ പടച്ചോനെ എന്നാണ് പ്രാർത്ഥന. ആണ് സെറിനിറ്റി പ്രയറാണ്. ഗ്രാൻഡ് മീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തുടങ്ങുന്നുണ്ട്. ഇതാണ് ഞാൻ മലയാളം. ഇതാണ് എനിക്ക് മാറ്റാനാവാത്തത് അഭിമുഖീകരിക്കുവാനുള്ള ധൈര്യം തരണമേ, മാറ്റാനാവാവുന്നത് അഭിമുഖീകരിക്കുവാനുള്ള പ്രശാന്ത മനസ്സും തരണമേ, മാറ്റാനാകുന്നതും മാറ്റാനാകാത്തതും വേർതിരിച്ചറിയുവാനുള്ള വിവേകവും തരണമേ. ഞാൻ ആദ്യം മനസ്സിലാക്കി ഭാര്യൻ്റെ ഈ സ്വഭാവം മാറ്റാൻ സാധിക്കാത്ത ഒന്നാണ് എനിക്ക്. അവിടെ നിന്ന് ഞാൻ ഒരു തരത്തിലുള്ള തെറാപ്പി ആരംഭിക്കുകയും ഇപ്പം എനിക്ക് ഫാൻ ഇനിയിപ്പോൾ 5-ലിട്ടാലും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമല്ല. ഇടയ്ക്ക് ഫാൻ നിർത്തി കഴിഞ്ഞാൽ അവർക്കും പ്രശ്നമല്ല. ഇതൊരു വിട്ടുവീഴ്ചയാണ്. ഇത് പരസ്പരം ഷെയർ ചെയ്യുന്നതിൽ നിന്ന് കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അടുത്ത ചോദ്യത്തിന് മുമ്പായി ഒരു അനൗൺസ്മെൻറ്റ്. നാളെ രാത്രി ഇശാ നമസ്കാര ശേഷം കേരള നദ്വത്തുൽ മുജാഹിദീൻ വൈസ് പ്രസിഡൻറ്റും നിച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടറുമായ പ്രൊഫസർ NV അബ്ദുറഹ്മാൻ പ്രകൃതി പ്രതിഭാസങ്ങളിലെ ദൈവിക സാക്ഷ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കിയും ISM സംസ്ഥാന പ്രസിഡന്റ് ജനാബ് അബൂബക്കർ കാരക്കുന്ന് മുസ്ലിങ്ങൾ ബഹുമത സമൂഹത്തിൽ എന്ന വിഷയത്തെ ആസ്പദിച്ചും അൽജസറ ഈദ്ഗാഹിന് സമീപമുള്ള ആയിഷ ഇസ്മയിൽ മസ്ജിദിൽ വെച്ച് പ്രഭാഷണം നടത്തുന്നു. സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യമുണ്ടായിരിക്കും. എല്ലാവരെയും ക്ഷണിക്കുന്നു. അതോടൊപ്പം നേരത്തെ അനൗൺസ് ചെയ്ത പോലെ നാളെ വൈകിട്ട് 3 മുതൽ 5 വരെ ഇസ്ലാഹി സെൻറ്റർ ഓഡിറ്റോറിയത്തിൽ വെച്ച് സെൻറ്റർ ഫോർ ഇസ്ലാഹി സ്റ്റുഡൻറ്റ് CAI സംഘടിപ്പിക്കുന്ന വ്യക്തിത്വ വികസന പരിപാടിയിൽ പ്രൊഫസർ NP ഹാഫിസ് മുഹമ്മദ് സംസാരിക്കും. 6ാം ക്ലാസ്സിന് മുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവേശനമുണ്ടായിരിക്കും. വിദ്യാർത്ഥികൾ മാത്രമാണ്, വിദ്യാർത്ഥിനികൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. അങ്ങനെയാണോ? ഓക്കെ. എന്തായാലും രക്ഷിതാക്കൾ വേണ്ട, രക്ഷിതാക്കൾ പുറത്തുണ്ടായാൽ മതി. അടുത്ത ചോദ്യം. പ്രായം 9 വയസ്സ്, അസാധാരണ വാശി. ഉദാഹരണം, മനഃപൂർവ്വം വീട്ടിനകത്ത് മൂത്രമൊഴിക്കും. പരിഹാരം. എത്ര വയസ്സാണ്? 9 വയസ്സ്. വാശിയെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ട് പറയാനുള്ള കാര്യം, വാശിയോടുകൂടി ഒരു കുട്ടിയും ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നില്ല എന്നുള്ളതാണ്. വാശി ഉണ്ടാക്കുന്നത് രക്ഷിതാക്കളാണ് എന്ന് പറയാതെ വയ്യ. വാശി ഉണ്ടാക്കുന്നതിൽ നാം അറിയാതെ പങ്കാളികളാകുവാൻ ഇടയുണ്ട്. വാശി ഇല്ലാതാക്കണമെങ്കിൽ, കുട്ടികൾക്ക് വാശി ഇല്ലാതായി തീരണമെങ്കിൽ ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടി വാശി പിടിക്കുന്നത് ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. ഈ ചില കാര്യങ്ങൾ കുട്ടിക്ക് ദോഷം ചെയ്യാത്തതാണെങ്കിൽ കുട്ടി ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, കുട്ടി ഒരു കടലാസ് ചോദിക്കുന്നു എന്ന് ഒരു പുസ്തകം ചോദിക്കുന്നു എന്ന് വിചാരിക്കുക. ഈ പുസ്തകം നിനക്ക് പറ്റില്ല, തരൂല എന്ന് പറയുന്നു. കുട്ടി കരയുന്നു, കുട്ടി പലവട്ടം കരയുന്നു. അവസാനം പടർക്കല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുസ്തകം കൊടുക്കുന്നു. സ്വാഭാവികമായും കുട്ടി മനസ്സിലാക്കുന്നു വാശി പിടിച്ചാലാണ് കാര്യങ്ങൾ നടക്കുക എന്നുള്ളത്. നാം ആദ്യം തന്നെ നൽകാവുന്നത് നൽകുക, നൽകാനാവാത്തത് നൽകാതിരിക്കുക. അത് എത്ര കരഞ്ഞാലും നൽകുന്നതല്ല. അത് പറയാം, നീ എത്ര കരഞ്ഞോ ഒരു രക്ഷയുമില്ല എന്ന് പറയുക. അല്പം മുറുമുറുപ്പൊക്കെ ഉണ്ടാകും, പക്ഷേ കുട്ടി വാശിയില്ലാത്തവരായിത്തീരും. പലപ്പോഴും വാശിയുണ്ടാക്കുന്നത് രക്ഷിതാക്കൾ അറിയാതെ ചെയ്തു പോകുന്ന ഈ തരത്തിലുള്ള പ്രതികരണത്തിൽ നിന്നാണ്. ഈ കുട്ടി വേരുറച്ച വാശിക്കാരനായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയുമായും ഈ കുട്ടിയുടെ രക്ഷിതാക്കളുമായും അല്പം സംസാരിച്ചതിന് ശേഷം മാത്രമായിരിക്കും പ്രായോഗികമായ നിർദ്ദേശങ്ങൾ നൽകുവാൻ സാധിക്കുക. ഇവിടെ ചില ചോദ്യങ്ങൾ വൈകി കിട്ടിയവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. മിക്കതും പരീക്ഷയുമായി ബന്ധപ്പെട്ടതുമാണ്. അവർക്ക് വീണ്ടും ഒരു വിശദീകരണം നൽകുക പ്രയാസമാണ്. ദയവായി വീഡിയോ കാസറ്റ് വാങ്ങി കാണേണ്ടതാണ്. അടുത്ത ചോദ്യം. നമ്മൾ പലപ്പോഴും പരീക്ഷയ്ക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് പഠിക്കുന്നു. പക്ഷേ അടുത്ത ദിവസം പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പലതും മറന്നു പോകുന്നു. ഇത് മാർക്ക് കുറയാൻ ഇടയാകുന്നു. ഇത് എങ്ങനെ ഇല്ലാതാക്കാം? ഒരു വിദ്യാർത്ഥിനിയുടെ ചോദ്യമാണ്. മെമ്മറൈസേഷൻ കുട്ടികളുടെ പലരുടെയും പ്രശ്നമാണ്. മെമ്മറി കുറഞ്ഞിരിക്കുന്നു എന്ന് കുട്ടികൾക്ക് തോന്നുക എന്നുള്ളത്, അല്ലെങ്കിൽ കുട്ടികൾ അനുഭവിക്കുക എന്നുള്ളത്. ഇത് കുട്ടിയുടെ പ്രായവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. വളരെ കൂടുതൽ പ്രായമുള്ള കുട്ടി, അഥവാ
10 വയസ്സിന് മീതെയുള്ള കുട്ടിയാണെങ്കിൽ ഈ കുട്ടിയെ വളരെ സൂക്ഷ്മമായ വിശകലനത്തിന് പാത്രമാക്കി ഇതിനു ശേഷമുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നതാണ് ഉചിതം. മറവി കുട്ടികൾക്കുണ്ടാകുന്നതിൻ്റെ കാരണം, പൊതുവായി ഉണ്ടാകുന്നതിൻ്റെ കാരണം ഞാൻ പറയാം. മറവിയുമായി കുട്ടികൾ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നവരല്ല, വാശിക്കാരെ പോലെ തന്നെ. മറിച്ച് മറവി ജീവിതത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. മറവി ഇല്ലാതിരിക്കുവാൻ കുട്ടികൾക്ക് പരിശീലനം ചെറുപ്പകാലത്ത് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഒരു ഉദാഹരണത്തിന്, രാത്രി ഞാനൊരു കഥ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു. കഥ കേട്ട് എൻ്റെ കുട്ടി കിടന്നുറങ്ങുന്നു. കുട്ടി രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുമ്പോഴോ അല്ലെങ്കിൽ എടുക്കുമ്പോഴോ ഇന്നലെ പറഞ്ഞ കഥ ഒന്ന് പറഞ്ഞാട്ടെ എന്ന് ചോദിക്കുന്നു. വളരെ ആകസ്മികമായി ചോദിക്കുന്ന ഈ ചോദ്യത്തിൽ നിന്ന് കുട്ടി അത് റിക്കലക്ഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നാം ശ്രദ്ധിക്കുന്നു. റിക്കലക്റ്റ് ചെയ്യാത്ത ഭാഗങ്ങൾ നാം ചെറുപ്പകാലത്ത് തന്നെ ഏച്ചു കൊടുക്കുന്നു. അപ്പോഴാ ആന അങ്ങനെ തയ്യൽക്കാരൻ്റെ അടുത്തേക്ക് പോയി. ഈ തരത്തിലുള്ളൊരു പരിശീലനം കുട്ടിക്ക് നൽകുകയാണെങ്കിൽ ഈ പരിശീലനത്തിലൂടെ ചെറുപ്പകാലത്ത് തന്നെ മെമ്മറി ഉണ്ടാക്കിയെടുക്കുന്നതിന് സാധിക്കുന്നതാണ്. മെമ്മറി ഇല്ലാതാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ ചിലത് മെമ്മറൈസ് ചെയ്യാൻ പറ്റാതെ പോകുന്നതിൻ്റെ ഒരു കാരണം ചില വിഷയങ്ങളോടുള്ള അനിഷ്ടമാണ്. ഒരു കൗൺസിലിങ്ങിൽ വെച്ചൊരു കുട്ടി എന്നോട് പറഞ്ഞു, സാർ എനിക്ക് തീരെ പഠിച്ചതൊന്നും ഓർമ്മിക്കാൻ കഴിയുന്നില്ല, ഒന്നും ഓർമ്മിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഒന്നും ഓർമ്മിക്കാൻ കഴിയുന്നില്ലേ? അപ്പോൾ പറഞ്ഞു, എനിക്കൊന്നും ഓർമ്മിക്കാൻ കഴിയുന്നില്ല. ഞാൻ ചോദിച്ചു, ഈ കുട്ടി അടുത്ത കാലത്ത് ഏതെങ്കിലും സിനിമ കണ്ടോ? അങ്ങനെ ചെക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് സിനിമ കണ്ടിട്ടുണ്ടോ? സാർ സിനിമ കണ്ടിട്ടുണ്ട്. ഏത് സിനിമയാണ് കണ്ടിട്ടുള്ളത്? അപ്പോൾ പറഞ്ഞു, സാർ കുച്ചു കുച്ചു ഹൊത്തായ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിർഭാഗ്യവശാൽ ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ കൂടെ പോയിട്ട് ഈ കുച്ചു കുച്ചു ഹൊത്തായക്കും ബലിയാടായിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, കുച്ചു കുച്ചു ഹത്താഹ എന്ന് പറഞ്ഞാട്ടെ, പ്രത്യേകിച്ച് അതിലൊരു കോളേജിലെ അധ്യാപകനെ, ഒരു പ്രധാന അധ്യാപകനെ ഭീകരനായിട്ട് കാണിക്കുന്നത് ചിത്രം കൂടിയാണത്. അപ്പം കുട്ടിക്ക് ഇതിൻ്റെ കഥ പറയാൻ തുടങ്ങി. അപ്പം ഞാൻ ചില ഇൻസെൻറ്റീവ്സ് കൊടുത്തു. എന്നിട്ട് അങ്ങനെ മരിച്ചുപോയതിന് ശേഷം അയാൾ എന്താ ചെയ്തിട്ടുള്ളത്? അപ്പം അങ്ങനെ കുട്ടി ഇതിൻ്റെ കഥ കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് പറഞ്ഞ് ഏകദേശം 10-12 മിനിറ്റ് എടുത്തിട്ട് കഥ കേട്ടു. ഞാൻ പറഞ്ഞു, കുട്ടി മോൾക്ക് ഈ കഥ നന്നായിട്ട് ഓർമ്മ വെക്കാൻ സാധിക്കുന്നുണ്ടല്ലോ, ഈ കഥ നന്നായിട്ട് കുട്ടി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. കുട്ടി എവിടെയാണ് ഓർക്കാതെ പോകുന്നത്? ചില കാര്യങ്ങൾ ഓർക്കുകയും ചില കാര്യങ്ങൾ ഓർക്കാതെ പോവുകയും ചെയ്യുന്നത് വിഷയത്തിനോടുള്ള കുട്ടിയുടെ താല്പര്യം കൊണ്ടാണ്, ചില വിഷയത്തോടുള്ള താല്പര്യക്കുറവ് കൊണ്ടാണ്. ഇവ നാം മനസ്സിലാക്കിക്കൊണ്ട് ശ്രമം നടത്തുകയാണെങ്കിൽ മറവിയെ ഇല്ലാതാക്കുവാൻ കുറേയൊക്കെ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രായത്തോടു കൂടി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. എൻ്റെ കോളേജിൽ വരുന്ന ഒരു കുട്ടിയോട് ഞാൻ ഈ മാർഗമായിരിക്കുകയില്ല പറഞ്ഞു കൊടുക്കുക. എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനുള്ള ചില പ്രായോഗിക പരിശീലനം കൊടുക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞിരിക്കുന്ന റിസപ്ഷൻ റിക്കലക്ഷനിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രക്രിയയുണ്ട്. ഈ റിസപ്ഷൻ റിക്കലക്ഷനിലേക്ക് എത്തിച്ചേരുന്നതിന് ചില മാർഗ്ഗങ്ങൾ. സാർ, ഹിസ്റ്ററിയിലെ പാഠങ്ങൾ അഥവാ സോഷ്യൽ സയൻസസിലുള്ള പാഠങ്ങളൊന്നും ഓർമ്മിക്കാൻ കഴിയണില്ല, എന്താ ചെയ്യുക? ഞാനൊക്കെ വായിക്കുന്നുണ്ട്, ഒക്കെ മനസ്സിലാകുന്നുണ്ട്, എനിക്ക് എഴുതാൻ കഴിയുന്നില്ല എന്ന് കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പറയുമ്പോൾ ആ വിദ്യാർത്ഥിക്ക് അതിലുള്ള പരിശീലനം നൽകുന്നതിന് മെമ്മറൈസേഷന് ചില മാർഗ്ഗങ്ങൾ നൽകുക എന്നുള്ളതിനുള്ളതാണ്. ഞാൻ ദീർഘിപ്പിച്ച് പറയുവാൻ സമയമേറെ എടുക്കും എന്നുള്ളത് കൊണ്ട് ഡോക്ടർ എസ് ശിവദാസ് എഴുതിയിട്ടുള്ള എങ്ങനെ പഠിക്കാം തുടങ്ങിയിട്ടുള്ള 2 പുസ്തകങ്ങളുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട് മെമ്മറൈസേഷന് വേണ്ടിയിട്ടുള്ള ഒരു വിഷയമാണ് പഠിക്കുന്നതെങ്കിൽ ആ വിഷയത്തെ ഒരു ചിത്രകൽപ്പിത രൂപമാക്കിയിട്ട് മാറ്റുക. ഒരു ഉദാഹരണത്തിന് അക്ബർ ചക്രവർത്തിയുടെ ഭരണകാലത്തെ നേട്ടങ്ങൾ വായിച്ചാലൊക്കെ മനസ്സിലാകും. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു ഓർഡറിൽ കിട്ടുന്നില്ല. അതൊരു ചിത്രരൂപത്തിലാക്കുക. പോയിന്റ്, അക്ബർ ചക്രവർത്തി കൊല്ലം എഴുതുക, അക്ബർ ചക്രവർത്തിയുടെ കുടുംബ പശ്ചാത്തലം നമ്പർ 2, നമ്പർ 3 അക്ബർ ചക്രവർത്തി ഭരണത്തിൽ വന്ന സാഹചര്യം 2 പോയിന്റ്, അതിനുള്ള ബ്രാക്കറ്റുകൾ വെച്ച് അല്ലെങ്കിൽ ചില ബ്രാഞ്ചസ് വെച്ച് ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു ചിത്രമാക്കുക. ഈ ചിത്രം ഞാൻ കാണുമ്പോൾ എൻ്റെ മെമ്മറിയിലൊരു പിക്ചറായിട്ട് തീരുന്നുണ്ട്. മെമ്മറിയിൽ പിക്ചറായിട്ട് തീരുന്ന കാര്യം വിഷ്വലൈസ് ചെയ്ത് കുട്ടി ഓർമ്മിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അഥവാ ഒരുപാട് കാര്യങ്ങൾ കുട്ടിയുടെ ചെവിയിലേക്ക് കൊടുത്തത് കൊണ്ട് കുട്ടി ലിസൺ ചെയ്തു കൊള്ളണമെന്നില്ല എന്നുള്ളത് കൊണ്ട് മെമ്മറിയിലേക്ക് വന്നുകൊള്ളണമെന്നില്ല. കുട്ടിയെ കൊണ്ട് അതൊരു ചിത്രകൽപ്പിത അല്ലെങ്കിൽ അതിനുള്ളൊരു ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള കാര്യമാക്കിയിട്ട് അതിൽ നിന്ന് റിക്കലക്ഷനുള്ള ശ്രമം നടത്താവുന്നതാണ്. കുട്ടികൾ പലപ്പോഴും ലിസൺ ചെയ്യാത്തത് കൊണ്ട് കൂടിയാണ് ഇത് സംഭവിക്കുന്നത്. കേൾവി എന്ന് പറയുന്നതല്ല ഗ്രഹിക്കുക എന്ന് പറയുന്നത്. പലതരത്തിലുള്ള കേൾവിക്കാരുണ്ട്. കൗതുകകരമാണ് ഒരു അധ്യാപകൻ എന്നുള്ള നിലക്കുള്ള അനുഭവം. ഒന്ന്, ചില കാര്യങ്ങൾ മാത്രം കേൾക്കുകയും ചില കാര്യങ്ങൾ കേൾക്കാതിരിക്കുകയും ചെയ്യുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഞാൻ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള ചില തത്വങ്ങളും ഫിലോസഫിയും തിയറിയും പറയുമ്പോൾ കുട്ടികൾ ഉറക്കം തൂങ്ങി നിൽക്കുന്നു. പെട്ടെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇന്ന സിനിമയിൽ അല്ല ഇന്ന പുസ്തകം വായിച്ചിട്ടില്ലേ, 4 കെട്ടിലുള്ള കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് പെട്ടെന്ന് കുട്ടി ഉണർന്നിരിക്കുകയും സാർ ശരിയാണെന്ന് പറയുകയും ചെയ്യുന്നു. ദേ ആർ നോൺ ആസ് സെലക്റ്റീവ് ലിസണേഴ്സ്.
ചില കാര്യങ്ങൾ കേൾക്കുകയും ചില കാര്യങ്ങൾ ഗ്രഹിക്കാതെ പോവുകയും ചെയ്യുന്ന നിർഭാഗ്യവാന്മാരാണത്. രണ്ടാമത്തെ ലിസണേഴ്സ് ഇൻസുലേറ്റഡ് ലിസണേഴ്സാണ്. നമ്മളൊരു വയറ് പോകുമ്പോൾ എവിടെ വെച്ചെങ്കിലും വയറ് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ടുള്ള കറണ്ട് പ്രവഹിക്കും. അതാണ് അവിടെ കറണ്ട് പ്രവഹിക്കും. ചില കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. ചിലയിടത്ത് വെച്ച് അവരറിയാതെ തന്നെ ശ്രദ്ധ വേറെ ഏതെങ്കിലും ലോകത്തേക്ക് പോകും. കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരും, എന്നിട്ട് അത് കുറച്ച് കേൾക്കും. ഇതാണ് ഇൻസുലേറ്റഡ് ലിസണേഴ്സ് എന്ന്. കോളേജുകളിൽ ക്ലാസ്സുകളിൽ പലപ്പോഴും ഇൻസുലേറ്റഡ് ലിസണേഴ്സാണ് കൂടുതൽ കാണാറുള്ളത്. അവരറിയാതെ കുറച്ച് ശ്രദ്ധിക്കും, ഒട്ടുമുക്കാലും അവർ കേൾക്കാതെ പോകും. ഇൻസുലേറ്റഡ് ലിസണേഴ്സ്. മൂന്നാമത്തെ ലിസണേഴ്സ് അപകടകാരികൾ, സ്യൂഡോ ലിസണേഴ്സ്, കപട കേൾവിക്കാർ. അവർ കേൾക്കുന്നുണ്ട് എന്ന് നടിക്കും, ചിലപ്പോൾ തലകുനിക്കും, ചിലപ്പോൾ ഇളകും, ചിലപ്പോൾ എഴുതിക്കൊണ്ടിരിക്കും, പക്ഷെ അവരൊന്നും കേട്ടിട്ടുണ്ടാവുകയില്ല. എൻ്റെ ക്ലാസ്സിലിരുന്ന ഒരു കുട്ടി ഇങ്ങനെ എപ്പോഴും നോട്ട്സൊക്കെ എഴുതുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയറിൽ 3-ാമത്തെ ആഴ്ച ഒരു ചെക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു. ചെക്ക് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഈ കാര്യം മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയാമെന്നുള്ളത്. ഈ കുട്ടി എഴുന്നേറ്റ് തന്നെ സർ എന്ത് ഭംഗിയായിട്ട് ശ്രദ്ധിക്കുകയും എഴുതിയെടുക്കുകയും ചെയ്തിട്ടുള്ള ഈ കുട്ടിയാണ് പഠിച്ചവനെ ഈ പറഞ്ഞ ലളിതമായ കാര്യം ഓർക്കാത്തത് എന്നറിഞ്ഞപ്പോൾ എനിക്കാണ് ചമ്മൽ തോന്നിയിട്ടുള്ളത്. വൈകാതെ മനസ്സിലായി ഈ കുട്ടി ഒരു സ്യൂഡോ ലിസണറാണ്. കപട അങ്ങനെ നടിക്കും. നമ്മൾ ചിലപ്പോൾ നമ്മൾ വർത്തമാനം പറയുമ്പോഴുണ്ടോ ഒക്കെ കേട്ട് നടിക്കും. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്, നീ എന്തേ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊന്ന് അടിക്കാൻ തോന്നുന്നുണ്ടാകുന്നത്. സ്യൂഡോ ലിസണേഴ്സാണ് അവരുള്ളത്. സ്യൂഡോ ലിസണേഴ്സാണ് മൂന്നാമത്തത്. നാലാമത്തത് എംബാഷിംഗ് ലിസണേഴ്സാണ്. അത് പലപ്പോഴും ക്ലാസ്സുകളിൽ ചില സന്ദർഭങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ പതുങ്ങിയിരിക്കും. നമ്മൾ എന്തെങ്കിലും അബദ്ധങ്ങൾ പറഞ്ഞാൽ, പണ്ട് പറഞ്ഞതിൻ്റെ കോൺട്രഡിക്ഷൻ പറഞ്ഞാൽ പെട്ട് സാർ അന്ന് പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ കാര്യമാണ് സാർ പറഞ്ഞിട്ടുള്ള ആശയപരമായിട്ടുള്ള ഇവിടെ ഒരു പിടുത്തം പിടിക്കാൻ ശ്രമിക്കുന്നതാണ്. ഡിബേറ്റിൽ കാണും അതുള്ളത്. പ്രത്യേകിച്ചും ഈ രണ്ട് ഗ്രൂപ്പിൻ്റെ ആളുകളൊക്കെ യുദ്ധം ചെയ്യുമ്പോഴുണ്ടാകുന്ന ഈ എംബാഷിംഗ് ലിസണേഴ്സിനെ പലപ്പോഴും കാണാറുണ്ട്. പതുങ്ങിയിരിക്കും. സന്ദർഭം വരുമ്പോൾ അന്ന് ഇന്ന ആൾ പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ കാര്യമാണ് അയാളുടെ ജീവിതത്തിൽ തന്നെ വരുന്നതെന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയ സംഘർഷങ്ങളിലൊക്കെ ഈ ഡിബേറ്റ് നടത്തുമ്പോഴൊക്കെ അത് കാണാറുണ്ട്. ആക്റ്റീവ് ലിസണിങ് ആണ് കുട്ടിക്ക് വേണ്ടത്. അത് ഹിയറിംഗ് ആണ്, ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. ഇതിലേ കയറുന്നു, ടക്ക് ഇതിലേ പോകുന്നു. അതാണ് ഹിയറിംഗ് എന്ന് പറയുന്നത്. ആ ഹിയറിങ്ങിൽ കേൾക്കുന്ന കാര്യത്തെ മേലോട്ടേക്കൊന്ന് കയറ്റിയിട്ട് ഗ്രാസ്പിംഗ് ഉണ്ടാകുക അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുക എന്ന് പറയുമ്പോഴാണ് ലിസണിങ് നടക്കുന്നത്. കാര്യങ്ങൾ കേൾവിയിലേക്ക് വരിക, കേൾവിയിൽ നിന്ന് ഗ്രഹണത്തിലേക്ക് വരിക, ഗ്രഹിക്കുന്നതിലേക്ക് വരിക, ഗ്രഹിക്കുന്നത് വരക്കുമ്പോൾ ലിസണിങ് നടക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് കുട്ടികളെ ആക്റ്റീവ് ലിസണേഴ്സായിട്ട് മാറ്റുകയാണ് വേണ്ടത്. അതുകൂടെ മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഘടകമാണ്. ഇനി ഏതാനും ചോദ്യങ്ങൾക്കേ അവസരമുള്ളൂ. നിങ്ങൾക്കറിയുന്ന പോലെ ഏകദേശം സമയം വൈകിയിട്ടുണ്ട്. 1-2 ചോദ്യങ്ങൾ കൂടി മാത്രം ചോദിക്കുകയാണ്. നിരവധി ചോദ്യങ്ങൾ ബാക്കിയുണ്ട് താനും. അടുത്ത ചോദ്യം, രക്ഷിതാക്കളുടെ മതവിശ്വാസങ്ങൾ കുട്ടികളുടെ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കഴിവ് വളർത്തുന്നതിന് ഒരു തടസ്സമായി നിൽക്കുന്ന ഒരു പ്രവണതയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാമോ? രക്ഷിതാക്കളുടെ മതവിശ്വാസങ്ങൾ കുട്ടികളുടെ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കഴിവ് വളർത്തുന്നതിന് ഒരു തടസ്സമായി നിൽക്കുന്ന ഒരു പ്രവണതയെപ്പറ്റി എന്താണ് അഭിപ്രായം? സാധാരണ രീതിയിൽ രക്ഷിതാക്കളുടെ മതവിശ്വാസം കുട്ടികളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കാറില്ല. സാധാരണ രീതിയിൽ രക്ഷിതാക്കളുടെ മതവിശ്വാസവുമോ ആചരണമോ കുട്ടികളെ പ്രതികൂലമായി ബാധിക്കാറില്ല. മറിച്ച് മതവിശ്വാസം, വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ള മതവിശ്വാസം, ആചരണം കുട്ടികളുടെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുന്നതിൽ സഹായിക്കുകയാണ് ചെയ്യാറുള്ളത്. ഈ പ്രത്യേക ചോദ്യത്തോട് ബന്ധപ്പെടുത്തിയിട്ട് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൂടെ ഉണ്ടാകാനിടയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അടുത്തത്, കുട്ടികൾക്ക് എപ്പിലെപ്സി ഉണ്ടാകുന്നത് കൊണ്ട് ബുദ്ധിക്ക് മാന്യത ഉണ്ടാകുമോ? എപ്പിലെപ്സി ഉണ്ടാകുന്നത് ന്യൂറോളജിക്കൽ ആയിരിക്കുന്ന ഘടകങ്ങൾ കൊണ്ടാണെങ്കിൽ അതൊരു ന്യൂറോളജിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടി തീരുമാനത്തിലെത്തേണ്ടതാണ്. ന്യൂറോളജിക്കലായിട്ടുള്ള കാരണങ്ങളാണെങ്കിൽ അത് തലച്ചോറിനെ ബാധിക്കാനിടയുള്ളതാണ്. അതുകൊണ്ട് എല്ലാ എപ്പിലെപ്സിയിലും ബാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ അതിൻ്റെ തീവ്രത എന്ത്, അതിൻ്റെ ഫ്രീക്വൻസി എന്ത്, എത്രത്തോളം ഉണ്ടാകുന്നുണ്ട്, അതുണ്ടാകുമ്പോൾ മറ്റ് ശാരീരികമായ അവസ്ഥകൾ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. നല്ല ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് അതിന് ഒരു തീരുമാനമെത്തുവാൻ സാധിക്കുക. ചെറുപ്രായത്തിൽ കുട്ടികൾ ലൈംഗിക ചേഷ്ടകൾ കാണിക്കുന്നു. ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം? അതിന് ഫ്രോയിഡിയൻ സൈക്കോളജി വെച്ച് പറയാവുന്നത്, ലൈംഗിക ചേഷ്ടകൾ കുട്ടികൾ ചെറുപ്പത്തിലെ കാണിക്കുന്നത് വൈകൃതമാണെന്ന് കണക്കാക്കേണ്ടതില്ല. അത് ലൈംഗികമായ ഉത്തേജനത്തിനോ ലൈംഗികമായിരിക്കുന്ന താല്പര്യത്തിനോ വേണ്ടി ആകണമെന്നില്ല. അതൊരു കൗതുകത്തിനോ, അല്ലെങ്കിൽ ഇതിന് പല സ്റ്റേജസ് പറയുന്നുണ്ട് ലൈംഗികമായ ഘട്ടങ്ങളിൽ. ആദ്യ ഘട്ടത്തിൽ തന്നെ കുട്ടി അറിയാതെ ലൈംഗികമായ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഈ സ്വഭാവം ഒരു തരത്തിലും
എന്താണ് അമിതമായ ഒരു ഇതിലേക്ക് വരാനുള്ള ചാൻസ് ഇല്ല, ലൈംഗിക വൈകൃതത്തിലേക്ക് വരാൻ ചാൻസ് ഇല്ല എന്നുള്ളത് രക്ഷിതാക്കൾ ആദ്യമേ മനസ്സിലാക്കേണ്ടുന്നതാണ്. ഇപ്പോൾ ലൈംഗിക അവയവങ്ങളിൽ കുട്ടികൾ തൊട്ടുകൊണ്ടോ മറ്റോ കൊണ്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിൽ അധികം പേടിക്കേണ്ടുന്ന ഒരു കാര്യമൊന്നുമല്ല. ഈ ചോദ്യത്തിന് ഞാൻ വളരെ വിശദമായിട്ട് ഇവിടെ നിന്ന് ഉത്തരം തരുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷിതാക്കൾ ഇവിടെ വെച്ച് തന്നെ നേരിട്ടിട്ട് ചോദിക്കാവുന്നതാണ്, സമയമുണ്ടെങ്കിൽ. പേടിക്കേണ്ടുന്ന ഒന്നല്ല. അടുത്തത് മിക്കവാറും കപ്പിൾസിൻ്റെ ചോദ്യമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംശയ രോഗത്തിന് നിന്ന് രക്ഷ കിട്ടാൻ എന്ത് ചെയ്യണം? ഇതിൽ ഭാര്യക്കാണോ സംശയം ഭർത്താവിനാണോ സംശയം എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണെങ്കിൽ തന്നെയും പ്രധാനപ്പെട്ടതാണ്. ഭാര്യയും ഭർത്താവും കൂടി എഴുതാൻ സാധ്യതയുണ്ട്. സംശയരോഗം ഉണ്ടാകുവാൻ പല കാരണങ്ങളുമുണ്ട്. സംശയരോഗം പല ഘടകങ്ങളോടും ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഭർത്താവിൻ്റെ ചില ദൗർബല്യങ്ങൾ ലൈംഗികമായ ദൗർബല്യങ്ങളല്ല, ലൈംഗികമായ അസാധ്യതകളല്ല, മറ്റ് പല ദൗർബല്യങ്ങളും ചിലപ്പോൾ ഭാര്യയിൽ സംശയമുണ്ടാക്കുവാൻ ഇടയുള്ളതാണ്. ഇതുപോലെ തന്നെ അമിതമായ താല്പര്യം, പൊസസീവ്നെസ്, അമിതമായിട്ട് എൻ്റെ ചിറകിൻ്റെ ഉള്ളിലായിരിക്കണം എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ആഗ്രഹം വെച്ച് പുലർത്തുന്ന ഭാര്യമാരിലും ഈ സംശയരോഗം ഭർത്താവിൻ്റെ മേലെ കാണാവുന്നതാണ്. സാധാരണ രീതിയിൽ പൊതുവായ പല കാരണങ്ങൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും ചിലപ്പോൾ ഒരു ഭർത്താവ് ഭാര്യയിൽ കാണിക്കുന്ന ഭാര്യ ഭർത്താവിൽ കാണിക്കുന്നതിൻ്റെ ഘടകങ്ങൾ ഈ പൊതുവായ ഘടകങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല. ഇവിടെ ഭാര്യയും ഭർത്താവും നല്ലൊരു കൗൺസിലിങ്ങിന് തയ്യാറാകുന്നതാണ് ഉത്തമം. ഒരു രക്ഷിതാവ് കുട്ടികളുമായിട്ട് എങ്ങനെയൊക്കെ അടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു കുട്ടിക്ക് തൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള പ്രതീക്ഷകൾ ഏതു തരത്തിൽ അവരോട് പ്രകടിപ്പിക്കാം? കാരണം അധികവും രക്ഷിതാക്കൾ അതിനെ അനുകൂലിക്കുന്നില്ല. ഇതിൽ ഞാൻ പറഞ്ഞില്ല, നമ്മളെ കുട്ടികൾ കൂടുതൽ സ്വാതന്ത്ര്യം ആക്കുന്നുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ സ്വാതന്ത്ര്യം വളരെ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഇഷ്ടാനിഷ്ടങ്ങളെ മനസ്സിലാക്കുവാനുള്ള ഒരു ഉള്ളു തുറന്ന ആശയവിനിമയം രക്ഷിതാക്കൾ കുട്ടികളോട് ഉണ്ടായിത്തീരുക എന്നുള്ളതാണ് പ്രധാനം. അത് ചെറുപ്പകാലത്ത് തന്നെ ഉണ്ടാക്കാൻ സാധിച്ചാൽ അതാണ് ഉചിതം. അതിന് കൂടുതൽ സമയം കുട്ടികളോടൊപ്പം ചെലവഴിക്കാൻ സാധിക്കാത്ത ഉള്ള സമയത്ത് അതിനൊരു തീവ്രതയോടുകൂടി സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അല്ലാതെ കുട്ടികളോട് ഈ തരത്തിൽ തുറന്ന് നമ്മുടെ പ്രോബ്ലം കുട്ടി മനസ്സിലാക്കേണ്ടതുണ്ട്. എനിക്ക് ഈ മാസം ഫീസ് കൊടുക്കാൻ നിനക്ക് തരാൻ സാധിക്കാത്തതിൻ്റെ കാരണം എന്തെന്ന് കുട്ടി കൂടെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് അവനെ ബോധ്യപ്പെടുത്താൻ. എൻ്റെ ഫീസ് തരൂല എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് ഫീസ് 10 ദിവസം വൈകുന്നത് ഇങ്ങനെ ഗവൺമെൻറ് ഇപ്പം 15 ദിവസം കഴിഞ്ഞ് ശമ്പളം തരുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ടാണെന്ന് കുട്ടിയെ കൂടെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെന്ന് അർത്ഥമാണ്. അത് ആ ബോധ്യപ്പെടുത്തുന്നത് അന്വേഷണത്തിൽ നിന്ന് പറഞ്ഞതുപോലെ മനസ്സിന്റെ വിഷമം, മനസ്സിന്